എക്സാലോജി കമ്പനി അതിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായി പല സ്ഥാപനങ്ങളുമായും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ബിസിനസ് നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് CMRL. CMRL കമ്പനിയുമായി നിയമപരമായ കരാറിൻ്റെ ഭാഗമായാണ് എക്സാലോജിക്കിന് പ്രതിഫലം ലഭിച്ചിട്ടുള്ളത്. ഇത് സ്രോതസ്സിൽ ആദായ നികുതി കിഴിച്ചും GST അടച്ചുമാണ് നൽകിയിട്ടുള്ളത്. 2023 സെപ്റ്റംബർ 11 പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ വാചകങ്ങളാണിത്. CMRL എക്സാലോജിക് ഇടപാട് 2 കമ്പനികൾക്കിടയിലെ ഇടപാടാണ്. അതിൽ എന്തിനാണ് ബന്ധുത്വം പറയുന്നതെന്നായിരുന്നു ഇതേ തുടർന്ന് നിയമസഭയിൽ അന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ചോദിച്ചത്. ആ ബന്ധുത്വം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതുകൊണ്ട് മാത്രമാണ് എക്സാലോജിക് എന്ന കമ്പനിക്ക് പണം നൽകിയതെന്നാണ് CMRL MD ശശിധരൻ കർത്ത EDക്ക് നൽകിയ മൊഴി. ആ മൊഴിയുടെ ചുവട് പിടിച്ച് പ്രതിപക്ഷ നേതാവിലേക്ക് അന്വേഷണം എത്തുന്നു എന്നാണ് പുതിയ വിവരം. തന്നെ ലക്ഷ്യമിട്ടാണ് EDയുടെ റെയ്ഡ് അടക്കമുള്ള നീക്കങ്ങൾ എന്നായിരുന്നു പിണറായി വിജയന്റെ നിലപാട്. അതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയ ദിവസമാണ്. CPM അതേ നിലപാട് തന്നെ ആവർത്തിച്ചു. പക്ഷേ റെയ്ഡിന് പിന്നാലെ കൈവിട്ടു പോയ ആവേശം അക്രമത്തിലെത്തിയതോടെ നിയമത്തിന്റെ വഴിക്കെന്ന ലൈൻ പിടിച്ച് പാർട്ടി അല്പം മയപ്പെട്ടു. പിന്നീട് വലിയ രീതിയിൽ പ്രസ്താവനകളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോഴിതാ പിണറായി വിജയനും വീണയ്ക്കും കുരുക്കായി CMRL MD ശശിധരൻ കർത്ത നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവരുന്നു. അപ്പോൾ പിണറായി പ്രതിരോധിക്കുന്നത് ഇങ്ങനെയാണ്. രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ച് നാൾ നോക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ വേറെ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. അത് നല്ല ശ്രമങ്ങൾ നടത്തി നോക്ക്. ഇങ്ങനെ കുറച്ച് സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. നിക്ഷേപകരെ പോലും വഞ്ചിച്ച് കറക്ക് കമ്പനി പോലെ പ്രവർത്തിച്ച CMRL ഒരു പണിയും ചെയ്യാതെയാണ് പണം നൽകിയതെന്ന കാര്യം വീണയും ശരിവെച്ചെന്നാണ് ED റിപ്പോർട്ടിലുള്ളത്. ഇനി ഇത്രയും നാൾ പറഞ്ഞ ഇരവാദം വിലപ്പോകുമോ? ED ചോദ്യമുനയിലെ അടുത്ത ചെസ് നമ്പർ പിണറായി വിജയനോ? ഇതാണ് ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈം ഉന്നയിക്കുന്ന ചോദ്യം. ഈ വിഷയത്തിൽ നമുക്കൊപ്പം BJP നേതാവും ഈ വിഷയത്തിൽ ദീർഘനാളായി നിയമ പോരാട്ടം നടത്തുന്ന അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് അനിൽ ബോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ പ്രേംകുമാർ, അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര എന്നിവരാണ് ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഇപ്പോൾ ഇന്നലെ പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു ഭാഗത്തോടെയാണ് ഞാൻ ഈ ഷോ തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, ഈ കർത്ത പറഞ്ഞു എന്ന് പറയുന്ന മൊഴി പോലും മാധ്യമ സൃഷ്ടി ആണ് എന്നാണ്. ഈ റിപ്പോർട്ട് ED അഡ്ജുഡിക്കേഷൻ അതോറിറ്റിക്ക് മുൻപ് സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ്, ഔദ്യോഗിക രേഖയാണ്. ആ രേഖയുടെ ചിത്രങ്ങൾ സഹിതം ഇന്ന് മാധ്യമങ്ങളിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഇരവാദം വിലപ്പോകുമോ? അല്ല, ഇത് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ടും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ. ആദ്യം പറഞ്ഞിരുന്നത് CPMനെ ആദ്യമായിട്ട് പ്രതിരോധിച്ചത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട്, അതിന് നിങ്ങൾക്കെന്താണ്? അവിടെ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടല്ല. 2 കമ്പനികളിൽ ഒരു കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ KSIDCക്ക്, അതായത് സംസ്ഥാന സർക്കാരിന് 13% ഷെയറുണ്ട് എന്ന് പറയുകയും KSIDC ഞാൻ കൊടുത്ത കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വാദം പൊളിഞ്ഞത്. അതിനുശേഷം പറഞ്ഞു പെൻഷൻ കാശുകൊണ്ട് മകൾ ഒരു വ്യവസായം തുടങ്ങി. ആ വ്യവസായം തുടങ്ങുന്നതിന് ഒരു പെൺകുട്ടി ഒരു വ്യവസായം തുടങ്ങുന്നത് തെറ്റാണോ? അതായിരുന്നു രണ്ടാമതായിട്ടുള്ള വ്യാഖ്യാനം. ആ പെൺകുട്ടിയുടെ വ്യവസായം പ്രത്യേകിച്ച് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, ആ കമ്പനിയുടെ, അതായത് ഈ ആരോപിത വിധേയമായ ആ കമ്പനിയുടെ പ്രൈവറ്റ് ബാങ്കിൽ നിന്നും ഏറെക്കുറെ 1 കോടി രൂപയിലടുത്ത് 50 ലക്ഷം രൂപ മുതൽ 85 ലക്ഷം രൂപ വരെയുള്ള
തുക അവരുടെ സ്വകാര്യ പണമിടപാട് കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊരു വെറും കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളല്ല, മാത്രമല്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടല്ല എന്ന് ബോധ്യപ്പെടുന്നതായി. പിന്നീട് വീണയെ ചോദ്യം ചെയ്തപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വീണയ്ക്കോ വീണയുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഉദ്യോഗസ്ഥർക്കോ ഈ പറയുന്ന ആരോപണ വിധേയമായ കമ്പനിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസർക്കോ അതിൻ്റെ ഡയറക്ടർമാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ എക്സാലോജിക് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയാതെ വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 2024 ഈ പറയുന്ന കരിമണൽ കമ്പനിയുടെ ഉടമസ്ഥൻ്റെ, ഞാൻ ഈ പേര് പറയാത്ത മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, എനിക്ക് ഈ പേരുകൾ പറയുന്നതിന് കോടതിയിൽ നിന്നും വിലക്കുണ്ട്. അങ്ങനെ ഒരു സ്റ്റേ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പേരായതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ വ്യക്തിയുടെ മൊഴി പ്രകാരം 2024 മൊഴി പ്രകാരം ഇത് ഏതെങ്കിലും സേവനങ്ങൾ ലഭിച്ചതുകൊണ്ടല്ല, മറിച്ച് ശ്രീ പിണറായി വിജയനുമായിട്ടുള്ള സൗഹൃദത്തിന് നിമിത്തം അതിനുവേണ്ടി പിണറായി വിജയന് വേണ്ടി കൊടുത്തതാണ് എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതലായി ഒന്നും ഈ കേസിൽ പുറത്തു വരാനായിട്ടില്ല. അത് പുറത്തു വന്ന സ്ഥിതിക്ക് പുള്ളി അദ്ദേഹത്തിന് ആ മൊഴി, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു കാര്യത്തിന് വ്യക്തതയുണ്ട്. ആ മൊഴി സത്യമാണെങ്കിൽ അദ്ദേഹം അതിനെ അംഗീകരിക്കുന്നു എന്ന് തന്നെ. കാരണം മാധ്യമ സൃഷ്ടിയെന്ന് പറഞ്ഞു, മാധ്യമ സൃഷ്ടിയല്ല ഇത്. സ്വത്തുക്കൾ ഇപ്പം നിലവിലുള്ള തിരിമറി നടന്ന സാഹചര്യത്തിൽ വീണയുടെയും മറ്റു പ്രതികളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും അതിനെ അറ്റാച്ച് ചെയ്യാനുമുള്ള നടപടികൾ ഇ ഡി ആരംഭിച്ചതിൻ്റെ ഫലമായി അഡ്ജോയിൻമെൻറ്റ് അതോറിറ്റിക്ക് ഇ ഡി കൊടുത്ത റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് ഇന്നലെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഇന്ന് അതെല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്നത്തെ ദിവസം പിണറായി വിജയൻ പുറത്തിറങ്ങിയിട്ടില്ല, ഒരു മാധ്യമങ്ങൾക്കും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹം എന്ത് പ്രതികരിക്കും, ഇതിന് എന്തെങ്കിലും നാളെ രാവിലെ മറ്റെന്തെങ്കിലും കാണിച്ചുകൊണ്ട് വരും. വലതുപക്ഷ മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കടന്നാക്രമിക്കുന്നതിൻ്റെ ഫലമാണ് ഇതെന്നൊക്കെ നാളെ വിശദീകരണം ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ കേസ് അദ്ദേഹം പറഞ്ഞ് എന്നെ ലക്ഷ്യം വെച്ചാണ് എന്നാണ് പിണറായി പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ തന്നെ ലക്ഷ്യം വെച്ചാണ് ഈ കേസ് ഞാൻ നിയമ പോരാട്ടം നടത്തിയത്. കാരണം വീണ ഇതിനകത്തൊരു കണ്ണിയല്ല. വീണ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പണം അവരുടെ കമ്പനി വഴി കൈപ്പറ്റി എന്നൊഴിച്ചാൽ വീണ ഇതിനകത്ത് വേണമെങ്കിൽ മാപ്പ് സാക്ഷിയാക്കാൻ പറ്റുന്ന ഒരാളാണ്. കാരണം മുഖ്യമന്ത്രി ആ കമ്പനിക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുള്ള കൈക്കൂലി 186 കോടി രൂപയുടെ തിരിമറിയാണ് ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനത്തിലല്ല, ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നടന്നിട്ടുള്ളത്. അതിൽ 13.4% എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 25 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാരിന് അതുവഴി ഉണ്ടായിട്ടുണ്ട്. അതിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകളാണ് പ്രതി. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സർക്കാരിൻ്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാർ വരെയുള്ള ആളുകൾ സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ളത് സർക്കാരുമായിട്ടോ നേരിട്ടോ ഒരു കരാറിൽ ഏർപ്പെടാൻ പാടില്ല. അതുതന്നെ ഗുരുതരമായ തെറ്റാണ്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക സർക്കുലറുണ്ട്, ഏതെങ്കിലും തരത്തിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ആരുടെ ബന്ധുക്കളും ഒരു തരത്തിലും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഈ വ്യവസായങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ഇനിയും ധാരാളം വരാനുണ്ട്. ഇത് ഒരു മഞ്ഞുമലയുടെ തുടക്കമാണ്. മാത്രമല്ല ഈ പിണറായി വിജയനും കൊണ്ട് ഈ കേസ് അവസാനിക്കുമെന്ന് ആരും കരുതരുത്. കാരണം ഈ 186 കോടി രൂപ എവിടെ പോയി എന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശമുണ്ട്. അത് മാത്രമല്ല ഇവരിൽ നിന്നും പിണറായി മാത്രമാണ് പണം കൈപ്പറ്റിയത്. അതിനപ്പുറത്തേക്ക് ആരൊക്കെ പണം കൈപ്പറ്റിയിട്ടുണ്ട്, പണം കൈപ്പറ്റിയെന്ന് സമ്മതിച്ച കുറേ ആളുകളുണ്ട്. പക്ഷേ അവർ സമ്മതിച്ച തുകയൊന്നും അല്ല ഈ പറയുന്ന ഈ കരിമണൽ കമ്പനിയുടെ ഡയറക്ടറുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച് കണ്ടെത്തുന്ന അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ. കൂടുതൽ കേരളത്തിൻ്റെ തീരദേശത്തെ കരിമണൽ എന്ന് പറയുന്നത് ഗൾഫിന് പെട്രോൾ എങ്ങനെയാണോ അതിനേക്കാൾ കൂടുതൽ ഇനി വരുന്ന കാലത്ത് ഇലക്ട്രോണിക് യുഗമാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാറ്ററികളുടെ യുഗമാണ്. അതിൽ ഏറ്റവും വലിയ റോ മെറ്റീരിയൽ ഹാർഡ് അയണാണ്, അല്ലെങ്കിൽ ഹാർഡ് മാഗ്നറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ബാറ്ററി ഉണ്ടാക്കാനായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും അധികം റോ മെറ്റീരിയൽ കൊടുക്കാൻ കഴിയുന്ന കേരള തീരത്തെ ഈ കരിമണലാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ ഇത് ആരൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി? 200 കോടി രൂപ കൈക്കൂലി കൊടുക്കണമെങ്കിൽ എത്ര കോടി രൂപ മോഷ്ടിച്ചിട്ടുണ്ട്?
അങ്ങനെ എത്ര കോടി രൂപ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഷ്ടിച്ചതിനകത്ത് നമ്മൾ ഭയപ്പെടുന്ന തോറിയം ഉൾപ്പെടെയുള്ള ആണവ ആയുധങ്ങൾ സൃഷ്ടിക്കാൻ പോലും പറ്റുന്ന ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ പോലും ഉപയോഗിക്കുന്ന തോറിയം ഉൾപ്പെടെയുള്ള ഈ മിനറൽസ് ഇവിടുന്ന് കടത്തപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. അത് വരുമ്പോൾ ഒന്നാം പ്രതി പിണറായി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ശരി, ശ്രീ പ്രേംകുമാർ, ഈ വിഷയത്തിൽ പല കാലങ്ങളിൽ പിണറായി വിജയൻ പറഞ്ഞ പ്രതികരണങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടത്. ഈ ED റെയ്ഡ് വീണ താമസിക്കുന്ന വീടെന്ന നിലയ്ക്ക് പിണറായി വിജയന്റെ വീട്ടിൽ വെച്ച് നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, എന്നോടൊന്നും ചോദിച്ചതായി കണ്ടില്ല, വീണയോട് മകളോട് എന്തൊക്കെയോ ചോദിച്ചു, ലക്ഷ്യം ഞാനാണ് എന്നാണ്. പക്ഷേ ഇനിയിപ്പോൾ ED അദ്ദേഹത്തോട് ചോദിക്കുന്ന സ്ഥിതിയാണ് വരുന്നത്. കാരണം അദ്ദേഹം മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞത് വെറും മാധ്യമ സൃഷ്ടിയല്ല, അത് ED തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ പകർപ്പടക്കം ഇന്ന് മാധ്യമങ്ങളിലൂടെ അങ്ങും കണ്ടു കാണുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ഈ മാധ്യമ സൃഷ്ടി അല്ലെങ്കിൽ ഉന്നമിടുന്നത് തന്നെ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഷോൺ പറഞ്ഞതുപോലെ സ്വാഭാവികമായും അദ്ദേഹത്തിലേക്ക് തന്നെ വരില്ലേ കാര്യങ്ങൾ? അല്ല, സ്വാഭാവികമായിട്ട് പിണറായി വിജയനിലേക്ക് വരുമെങ്കിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരുമെങ്കിൽ അത് വരിക തന്നെ ചെയ്യട്ടെ. അതിനെ തടയേണ്ട കാര്യമൊന്നുമില്ല. അതിന് മുന്നേ ഞാനൊരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കെടുക്കുന്ന രണ്ടാമത്തെ ടെലിവിഷൻ ചർച്ചയാണിത്. ഒന്നാമത്തെ ചർച്ച 2024 മെയ് മാസം 29 ആയിരുന്നു. അന്ന് രാവിലെ ഈ ചർച്ചയിലിരിക്കുന്ന ഷോൺ ജോർജ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് എക്സാലോജിക് എന്ന് പറഞ്ഞ ദുബായ് മീഡിയ സിറ്റിയിലുള്ള ഒരു കമ്പനി വഴി PwC അടക്കമുള്ള കമ്പനികളിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, പിണറായി വിജയൻ അബുദാബിയിലും ബിസിനസ് ചെയ്യുന്നു എന്നായിരുന്നു. പക്ഷെ അന്ന് വൈകുന്നേരത്തെ ചർച്ചയിൽ ഞാനൊക്കെയാണ് പറഞ്ഞത്, അന്ന് അനിൽ ബോസും ഉണ്ടായിരുന്നു ചർച്ചയിൽ. ദുബായിൽ അങ്ങനെ ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി പക്ഷേ സാസൂൺ സാദിഖും നവീൻ എന്ന് പറഞ്ഞ 2 ഇന്ത്യക്കാരുടെ കമ്പനിയായിരുന്നു. 400-500-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന കമ്പനിയായിരുന്നു. അന്ന് പക്ഷേ ഈ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം VD സതീശനും പത്രസമ്മേളനം നടത്തി, ഷോൺ ജോർജും നടത്തി. പക്ഷെ അതിനുശേഷം ആ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും തുടർ പ്രതികരണങ്ങൾ നടത്താൻ ഈ ഷോൺ ജോർജ് തയ്യാറാവുകയോ ചർച്ചയിൽ വരികയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് 2024 മെയ് 29 കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ സൈറ്റ് ചെയ്യുന്ന കർത്തയുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഡേറ്റ് എത്രയാണെന്ന് അറിയോ? 2024 ഏപ്രിൽ 17 അതായത് അതായത് അബുദാബിയിൽ കമ്പനി ഉണ്ടെന്നുള്ള വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് വന്നതിന്റെയും ഒരു മാസം മുന്നേ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. എന്റെ സംശയം എന്താ വെച്ചാലേ, 2024 ഏപ്രിൽ 17 ശശിധരൻ കർത്ത പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനോടുള്ള ബന്ധം കാരണമാണ് ഞാൻ പൈസ കൊടുത്തതെന്ന്. 2 വർഷത്തിലധികം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ED പിണറായി വിജയനെ ചോദ്യം ചെയ്യാതിരുന്നത് എന്നാണ് എനിക്ക് അത്ഭുതം ഉണ്ടാവുന്നത്. കാരണം അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ മുന്നേ ചോദ്യം ചെയ്യേണ്ടതല്ലേ? അത് ചെയ്തിട്ടില്ലല്ലോ. ഇനി ചോദ്യം ചെയ്യുമോ എന്നാണ് മീഡിയയുടെ മൊത്തം ആശങ്ക. ചോദ്യം ചെയ്യുമായിരിക്കാം, തെളിവുകൾ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടോ EDയുടെ റിപ്പോർട്ടിന്റെ ചെറിയ ഭാഗങ്ങൾ മീഡിയയിലൂടെ വരുന്നു എന്നുള്ളത് കൊണ്ടോ ഇതൊരു കൺക്ലൂഷനിലേക്ക് പോവില്ലല്ലോ. ഈ പാനലുള്ള 3 പേരും വളരെ സീനിയറായ അഡ്വക്കേറ്റ്സ് ആണ്. എനിക്കും ശ്രീജിക്കും മാത്രമാണ് ഈ അഡ്വക്കേറ്റ് ബിരുദം ഇല്ലാത്തത്. ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്നുള്ളത്, അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒക്കെ വളരെ വളരെ ഹെയർ സ്പ്ലിറ്റിംഗ് ആയ ആർഗ്യുമെന്റ്സിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണിത്. അതിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിണറായി വിജയനോട് പരിചയമുണ്ട് എന്നുള്ളതുകൊണ്ട് കാശ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ കുറ്റാരോപിതനോ പ്രതിയോ ആക്കാൻ പറ്റില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി അറിയാം. അദ്ദേഹത്തിന്റെ മകൾ ഒരു കമ്പനി നടത്തുന്നുണ്ട്. അതിന് തൊട്ട് മുൻപാണ് ആ കമ്പനി ആരംഭിക്കുന്നത്. 2014 മുതൽ 2016 വരെ ആ കമ്പനിയിൽ കാര്യമായിട്ട് പരിപാടിയൊന്നും നടന്നിട്ടില്ല. എന്റെ അറിവ് പ്രകാരമാണെങ്കിൽ സ്കൂളിൽ അറ്റൻഡൻസ് റോൾ മാനേജ്മെന്റ് പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണത്. സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു കമ്പനിക്ക് ഇത്ര വലിയ തുക മാസപ്പടി എന്ന് വിളിക്കുന്നത് അപമാനകരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരി, മാസപ്പടി എന്ന് പറയുന്നില്ല, ഒരു കാര്യവുമില്ലാതെ സേവനരഹിത വേതനമായി കൊടുത്തുകൊണ്ടിരുന്നത് അത്ര നിസ്സാരമായ കാര്യമാണോ? ശ്രീജ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ അതിന്റെ ധാർമ്മികമായ വശത്തെ പറ്റി അല്ല പറഞ്ഞത്. ഞാൻ അതിന്റെ വളരെ നിയമപരമായ കാര്യത്തെ പറ്റി മാത്രമാണ് പറഞ്ഞത്. രണ്ടാമത്തിലേക്ക് ഞാൻ വരാം. ധാർമ്മികമായി ഇതിനകത്ത് പ്രശ്നമുണ്ട്. പിണറായി വിജയൻ CPIMന്റെ വളരെ സമുന്നതനായ നേതാവായിരിക്കുകയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ശശിധരൻ കർത്ത പോലുള്ള CMRL പോലുള്ള ടെയിൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പേറോളിൽ
വീണ വിജയന്റെ കമ്പനി ഉണ്ടാവുക എന്നുള്ളത്. ഷോൺ ഇവിടെ പറഞ്ഞ പോലെ 180 കോടിയിൽ പരം നമ്മൾക്കടക്കം കിട്ടേണ്ടുന്ന ഇൻകം ടാക്സ് അടച്ചാൽ സെൻട്രൽ ഗവൺമെന്റിലേക്കും ലാഭവിഹിതം വന്നാൽ KSIDCയിലേക്കും കേരളത്തിൽ ഞാനും ശ്രീജയും അടക്കമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യപ്പെടുന്ന പണം മിസ്യൂസ് ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റിൽ വീണ വിജയന്റെ കമ്പനിയുടെ, വീണ തൈക്കണ്ടിയുടെ കമ്പനിയുടെ പേര് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ അകത്ത് എത്തിക്കൽ പ്രശ്നമുണ്ട്, ധാർമ്മിക പ്രശ്നമുണ്ട്. അത് വളരെ സീരിയസ് ആയ പ്രശ്നം തന്നെയാണ്. അതിൽ ഒരു പരിധിവരെ CPM-ഉം CPM-ന്റെ നേതാക്കളും എടുത്തിരുന്ന സമീപനത്തിലും പ്രശ്നമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അന്ന് വീണയുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ED ആ വീടുകൾ റെയ്ഡ് ചെയ്ത ദിവസം, അതിന് നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ച പോലെ വാഹനം ആക്രമിച്ചതായിരുന്നാലും CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഡൽഹിയിൽ സമരം നടത്തുന്നതായിട്ട് ഞാനൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്? പക്ഷേ അവരതിനെ എടുക്കുന്നത് പാർട്ടിയെ തകർക്കാനുള്ള BJP സർക്കാരിന്റെ ഒരു മൂവ് ആയിട്ടാണ്. മാത്രമല്ല, ഇതിനേക്കാൾ ഒക്കെ മുകളിലുള്ള കാര്യം, ഈ നിമിഷം വരെ ഇതിൽ എന്താണ് സംഭവിച്ചത്, ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തതെന്നുള്ളത് ഈ കമ്പനി ഉടമയായ വീണയോ അതുമായി ബന്ധപ്പെട്ട ആരുമോ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നടത്തിയിട്ടില്ല. നമ്മുടെ മുന്നിൽ ആകെയുള്ളത് എന്താണ്? ഷോൺ ജോർജിനെ പോലെയുള്ള ആൾക്കാർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്, കേസ്, പിന്നെ ED ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ഭാഗങ്ങൾ അവർക്കിഷ്ടമുള്ള സമയത്ത് അവർ ഷെയർ ചെയ്ത് തരുന്നത് മീഡിയ വഴി വരുന്നു. അത് മീഡിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ, മീഡിയ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നല്ല, അത് കൊണ്ടുപോകുന്ന രീതി ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ വി ആർ കെപ്റ്റ് ഇൻ ദ ഡാർക്ക്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇതിൽ ഫ്രെയിം ചെയ്യണമെങ്കിൽ, ചാർജ് ഷീറ്റ് ചെയ്യണമെങ്കിൽ വളരെ കൃത്യമായ ലീഗൽ പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം EDക്ക്. പിന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ ED എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. ഇത് രണ്ടും കൂടി വെക്കുകയും ഇതിൽ കൃത്യമായ എവിഡൻസസ് സോഫാർ കോടതിക്ക് മുന്നേ കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ചേർത്ത് വേണം വായിക്കാൻ. ശരി, ഞാൻ ഷോണിന്റെ ഒരു മറുപടി കൂടെ കഴിഞ്ഞ് ശ്രീ അനിൽ ബോസ്, ശ്രീ പ്രമോദ് പുഴങ്കര നിങ്ങളിലേക്ക് വരാം. ശ്രീ ഷോൺ ജോർജ്, ഒന്ന്, തെറ്റായ ആരോപണങ്ങൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ എക്സാലോജിക് എന്ന് പറഞ്ഞ് അബുദാബിയിൽ ഒരു കമ്പനിയുണ്ട്, അവിടുത്തെ ബിസിനസ്സുകളെയൊക്കെ പറ്റി അങ്ങ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം അടക്കം ഉന്നയിച്ചാണ് ഇപ്പോൾ ശ്രീ പ്രേംകുമാർ അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് ഇതുപോലെ അല്ലേ ഇതും എന്ന രീതിയിലുള്ള ഒരു ജനറലൈസേഷൻ ആണത്. ഇപ്പോൾ ഇന്നലെയും ഈ ചോദ്യത്തെ ഈ കമ്പനിയെ പറ്റി, അതായത് വീണയുടെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ വീണയ്ക്ക് പങ്കാളിത്തമുള്ള മറ്റൊരു കമ്പനിയെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾ. ഈ ലേക്കർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കമല ഇന്റർനാഷണൽ എവിടെ, കമല ഇന്റർനാഷണൽ എവിടെ? 3 തവണയാണ് അദ്ദേഹം ആ ഉത്തരം പറയുന്നത്. അതായത് ചോദ്യത്തിന് മറുപടിയല്ല, മറിച്ച് ഇതുപോലെ വായുവിൽ നിന്ന് ആരോപണങ്ങൾ വെച്ചാണ് ഷോൺ ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി അദ്ദേഹം ചോദിച്ചിട്ടുള്ള മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ അദ്ദേഹം പറഞ്ഞ തെറ്റ് ഞാൻ സമ്മതിക്കുകയാണ്. എക്സാലോജിക് കൺസൾട്ടൻസ് എന്നുള്ള പേരാണ് ഞാനന്ന് പത്രസമ്മേളനത്തിൽ ഉപയോഗിച്ചത്. എക്സാലോജിക് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞ കമ്പനി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 2 മലയാളികളുടെ കമ്പനിയാണ്. പക്ഷേ ആ കമ്പനിയുടെ, വീണയുടെ അക്കൗണ്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എക്സാലോജിക് എന്ന് പറഞ്ഞാണ്. അതിൽ വീണ ടീം, സുനീഷ് എമ്മും ഈ 2 പേര് സിഗ്നേറ്ററീസ് ആയിട്ടുള്ള 2019 ക്ലോസ് ചെയ്ത ഒരു അക്കൗണ്ടിലാണ് ഞാൻ പറഞ്ഞിട്ട് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും ലാവിൻ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് പണം എത്തിയ അക്കൗണ്ട്. ആ അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ വളരെ കൃത്യമായി പിന്നീട് പരാമർശിച്ചെങ്കിലും അന്ന് എൻ്റെ വായിൽ നിന്ന് വന്ന ഒരു നാക്കുപിഴയിൽ കൊണ്ട് അതിനെ ചുറ്റിപ്പറ്റി പിന്നെ അത് അങ്ങനെയല്ല, ഫേക്കായിട്ടുള്ള ആരോപണമാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. ഈ ലേക്കർ എന്ന് പറയുന്ന പുതിയ കമ്പനിയെക്കുറിച്ച് അതും അന്വേഷിച്ചു. അങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല, അതൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. ആ കമ്പനിയെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പ് ഫേമാണെങ്കിലും 20 ലക്ഷം രൂപയ്ക്കുള്ള ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായും GST രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശദമായിട്ട് അടുത്ത ആഴ്ച പറയാം. അതുപോലെ കമല ഇൻ്റർനാഷണൽ, ഈ കമ്പനികളുടെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് പറയട്ടെ, ഈ കമല ഇൻ്റർനാഷണലിനെ സംബന്ധിച്ച് അന്ന് അദ്ദേഹത്തിന് വീണ് കിട്ടിയ ഒരായുധമായിരുന്നു കമല ഇൻ്റർനാഷണൽ. ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് ഈ എക്സാലോജിക്കിനെ കുറിച്ച് പറയുന്നില്ല? എക്സാലോജിക്ക് ഇല്ല എന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. ഇനി ഒരു കാര്യം പറയാം, കമല ഇൻ്റർനാഷണലിനെ കുറിച്ച് മുഴുപ്പ് പറയുന്ന മുഖ്യമന്ത്രി എക്സാലോജിക്കിൻ്റെ ഗ്യാരണ്ടിയർ ആണെന്നും മുൻ മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം. എക്സാലോജിക്കിൻ്റെ ഗ്യാരണ്ടിയർ ഈ പറയുന്ന കമല തന്നെയാണ്. അതായത് വീണ കഴിഞ്ഞാൽ അടുത്ത പ്രതിയാകേണ്ടത് കമലയാണ്. അവരുടെ രജിസ്റ്റേർഡ് ഓഫീസായിട്ട് കൊടുത്തേക്കുന്ന AK സെൻ്ററാണെന്ന് മറക്കരുത്. പിന്നെ 2024 മൊഴിയെടുത്തതിന് ശേഷം ED എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? ന്യായമായൊരു ചോദ്യമാണ്. 2024 ED ഈ കേസ് അന്വേഷണം ആരംഭിക്കുമ്പോൾ അതിന് പ്രെഡിക്റ്റേറ്റ് ഒഫൻസ് ഇല്ലായിരുന്നു.
ആ പ്രിഡിക്റ്റേറ്റ് ഒഫൻസ് ഇല്ലാതെ ആ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോയി. ഇ ഡി ആ സമയത്ത് കേരള പോലീസിനൊരു കത്തയച്ചു. ആ കത്തിൻ്റെ കോപ്പി ഞാൻ കാണിക്കാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ആ കത്തയച്ചു, ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ട്, അത് പ്രകാരം കേരള പോലീസ് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യണമെന്ന്. 2.5 കൊല്ലമായിട്ട് ഇതുവരെയും ആ ക്രൈം രജിസ്റ്റർ ചെയ്യാൻ കേരള പോലീസ് തയ്യാറായില്ല. ആ സാഹചര്യത്തിലാണ് ഇ ഡി ആ കേസ് അന്വേഷണവുമായി മുമ്പോട്ട് പോയത്. ആ കേസ് അന്വേഷണം പ്രിഡിക്റ്റേറ്റ് ഒഫൻസ് ഇല്ലാത്തത് കൊണ്ട് കേസ് മുമ്പോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പ്രസ്തുത കമ്പനി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ആ കേസ് അന്വേഷണത്തിന് താൽക്കാലികമായി തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. ആ കേസ് 5/5/2026 ആ കേസ് ഇ ഡിക്ക് കേസെടുത്ത് അന്വേഷിക്കാവുന്നതാണ്. ഇപ്പോൾ SFIയുടെ അന്വേഷണത്തിൽ സെക്ഷൻ 447 അനുസരിച്ചുള്ള ഒഫൻസ് വന്നപ്പോൾ അവിടെ പ്രിഡിക്റ്റേറ്റ് ഒഫൻസ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ ഇനി ഇ ഡിക്ക് തടസ്സമില്ല എന്നുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇ ഡി ഇപ്പോൾ കാണുന്ന റെയ്ഡും മറ്റ് ചോദ്യം ചെയ്യലും നടപടികളുമായി ആരംഭിച്ചത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി, ശ്രീ അനിൽ ബോസ്, ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കരാർ കൊടുക്കാൻ കാരണം പിണറായി വിജയനുമായുള്ള തൻ്റെ അടുപ്പമാണ്, തനിക്ക് അടുപ്പമുണ്ട്, അതുകൊണ്ട് കൊടുത്തു, അല്ലാതെ പ്രത്യേകിച്ച് സർവീസ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അതുവരെ ഓക്കെയാണ്. അതിനടുത്തത് പിണറായിക്ക് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയാമായിരുന്നു. വീണ ടി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, അവർക്ക് ഒരു ബിസിനസ് നടത്താം, അവരുടെ കമ്പനിയാണ്. അതിനെ ഈ സാമ്പത്തിക ഇടപാടുകളിലേക്കൊക്കെ ബന്ധിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെയുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുകയുള്ളൂ. ആ ഘട്ടത്തിലേക്ക് ഇത് പോകുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ മുഴുവൻ ഇടപാടുകളും എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ? ശ്രീ അനിൽ ബോസ്. ഒറ്റ ചോദ്യം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ CPMന്റെ ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സൺസ് ആരും പങ്കെടുക്കുന്നില്ല. അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഇത്തരമൊരു കാര്യത്തിൽ പാർട്ടി നിലപാടെടുക്കാത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കുന്നില്ല എന്നാണ് അവരുടെ നിലപാട്. എന്തുകൊണ്ടാണ് CPM ഈ വിഷയത്തിലൊരു നിലപാടെടുക്കാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കേ ശ്രീജ. CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഡൽഹിയിൽ പോയി അറസ്റ്റ് വരിച്ചു. എന്തിനു വേണ്ടിയാണ്? വീണയുടെ വീട്ടിൽ ഇ ഡി കയറി തെളിവെടുപ്പിനായിട്ട് അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചെന്നു, ഇല്ലേ? ഒരു നിലപാടും എടുക്കാത്തൊരു വിഷയത്തിൽ എന്തിനാണ് CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പോയി അറസ്റ്റ് വരിച്ചത്? എന്തിനാണ് 8ഓളം ആളുകൾ ജാമ്യമില്ലാതെ മാസങ്ങളായി ജയിലിൽ കിടക്കുന്നത്? 300 പേർക്കെതിരെ കേസെടുപ്പിച്ചത്? ഒരു ദിവസമെങ്കിലും ഏത് പാർട്ടിയുമാകട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, മറ്റേതെങ്കിലും പാർട്ടി ആകട്ടെ, ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം. കാരണം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ ആളുടെ മകൾക്കെതിരെയാണ് വ്യാപകമായി മാസങ്ങളായി ചർച്ച വരുന്നത്. മനോരമയുടെ ഫ്രണ്ട് ലൈൻ വാർത്തയായി ഇത് വന്നപ്പോൾ ഇത് ഒരടിസ്ഥാനമില്ല എന്നാണ് CPM നിലപാടെടുത്തത്. എന്നാൽ അത് പരിശോധിക്കാമെന്നവർ പറഞ്ഞില്ല. അതിനുശേഷം എത്രയോ ഘട്ടങ്ങൾ കടന്നു. ഒരു സന്ദർഭത്തിലും CPMന്റെ ഒരു നേതാവും ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ല. ഈ ആരോപണം ഒരു രീതിയിലും അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. എല്ലാ സന്ദർഭത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യായിരുന്നു. എന്തേ ഇപ്പോൾ അവർ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു? ശ്രീജയ്ക്ക് എന്താണ് ബോധ്യം? എന്തായാലും ശ്രീജ ഒരു കോൺഗ്രസ്സുകാരിയല്ല. താങ്കൾ നല്ല ഒരു ജോലി, മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ നന്നായി ജോലി ചെയ്യുന്ന ഒരാളാണ്. രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇടതുപക്ഷ ആശയങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് കരുതി എല്ലാ കൊള്ളയ്ക്കും നിൽക്കുന്ന, അതിനെ കുടപിടിക്കുന്ന ആളുമല്ല. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ടാണ് CPM അഖിലേന്ത്യാ സെക്രട്ടറി അടക്കം അറസ്റ്റ് വരിച്ച ഒരു വിഷയത്തിൽ ഇപ്പോൾ CPM പിണറായി വിജയനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇറങ്ങാത്തത്? എന്തുകൊണ്ടാണ് സംരക്ഷണ കവചം തീർക്കാത്തത്? എന്തുകൊണ്ടാണ് ഇ ഡി വന്നപ്പോൾ അതിനെതിരെ പ്രതിരോധം തീർത്ത ആളുകളെ പിണറായി വിജയൻ പോലും പോയി കാണാഞ്ഞത്? അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി ഇനി ഡയറക്റ്റായി ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പോയാൽ അത് മാധ്യമങ്ങൾ അറിയും, അത് കൂടുതൽ വഷളാകുമെന്നുള്ളത് കൊണ്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഏജൻറ്റുമാരുണ്ടാവില്ലേ? അദ്ദേഹത്തിന് വേണ്ടി മീഡിയേഷൻ നടത്തുന്ന ആരെങ്കിലും, അവരെ ആരെയും എന്താ ജയിലിലേക്ക് വിട്ട ആ പാവപ്പെട്ട ആളുകൾ ജാമ്യം കിട്ടാതെ കിടക്കുമ്പോൾ കാണാത്തത്? നമ്മൾ കാണേണ്ടത് CPM ഇത് സമ്മതിച്ചിരിക്കുന്നു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ അധികാരം, ആ അധികാര കാലയളവിൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി ഒരു കമ്പനി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കേണ്ടതിന് പകരം ഒരു ജോലിയും ചെയ്യാതെ, ഒരു വൗച്ചർ പോലും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് പണം കൊടുത്തിരിക്കുന്നു. അത് SFIO കണ്ടെത്തി. അതിൽ കൃത്യമായ തെളിവുകൾ. അതതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം,
ഇനി ഒരു കടലാസ് കമ്പനി ആയിക്കോട്ടെ ശ്രീജ, നമ്മളൊരു പണം വാങ്ങുമ്പോൾ ഒരു വൗച്ചർ കൊടുക്കണ്ടേ? അതിന് എന്തെങ്കിലും ഒരു നടപടിക്രമം ചെയ്യണ്ടേ? ഇത് ജോലി ചെയ്യണ്ട, ജോലി ചെയ്യാതെയാണ് കൂലി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും നമുക്കറിയാമല്ലോ, ഇവിടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണെങ്കിലും സോഷ്യൽ ഓഡിറ്റ് ആണെങ്കിലും നടക്കുമ്പോൾ പലപ്പോഴും ത്രിതല പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ വരുന്ന ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നത് എന്തിനാ? രേഖകളില്ല എന്നാണ്. അപ്പോൾ ഒരു വൗച്ചർ വെച്ച് അത് കറക്റ്റ് ചെയ്യുമ്പോഴാണ് കുറേ കണക്കുകൾ കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെയെങ്കിലും ഒരു പണം റിസീവ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു പ്രപ്പോസൽ കൊടുത്ത് അതിൻ്റെ ഒരു വൗച്ചർ വെച്ച് എങ്കിലും വാങ്ങണ്ടേ? വാങ്ങിയോ? പണം വാങ്ങി വീണ്ടും ഒരു ചോദ്യമുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇൻവോയ്സ് വെച്ച് കൊടുത്ത് പണം വാങ്ങുക, ഇതെല്ലാം എന്നായാലും മൂടി വയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും ബോധ്യമാകണം. കർത്തായുടെ മൊഴി നമ്മളെല്ലാവരും കാണുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യുന്നത്. നാളെ രാവിലെ പിണറായി വിജയനെ തൂക്കിക്കൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം പ്രതിയായ ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് ആ കേസ്. ലാവ്ലിൻ കേസ് 38 തവണയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ നാളെ രാവിലെ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ ED ഇങ്ങോട്ട് വന്ന് തൂക്കിക്കൊല്ലും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം CPM-നെതിരെ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് മുൻപ് ഒരു നേതാക്കളും ചെയ്യാത്തതുപോലെ BJPക്ക് വിടുപണി ചെയ്യുന്ന സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ലാവ്ലിൻ കേസിന്റെ കാരണം ഷോൺ ജോർജ് നമ്മളോടൊപ്പം 8 മണി വരെയുള്ളൂ. അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കണം. ഷോൺ, ഒരൊറ്റ വാചകത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അദ്ദേഹത്തോട് ചോദിച്ചതിന്റെ ബാക്കിയാണ്. അതായത് അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ നേതാവാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. ഷോൺ ചെയ്യുന്നതെല്ലാം താങ്കളുടെ പിതാവ് രാഷ്ട്രീയ നേതാവാണ്, ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരുന്ന ആളാണ്, അദ്ദേഹം അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. ഇതെങ്ങനെ നേരിട്ട് പിണറായി വിജയനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ചെറിയ ഉത്തരം മതി, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. പക്ഷേ ഷോൺ പോകുമെന്നതുകൊണ്ട് മാത്രം ഇത്രയും ചോദിക്കുന്നു എന്നേ ഉള്ളൂ. ഷോൺ 44 വർഷത്തോളം MLA സ്ഥാനത്തിരുന്ന ആളാണ് PC ജോർജ്. ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഒരു വ്യക്തി ഷോൺ ജോർജിന് PC ജോർജിൻ്റെ മകൻ എന്നതിൽ ഒരു സേവനം കൊടുക്കാതെ പൈസ തന്നാൽ അത് PC ജോർജിനുള്ള പൈസ അല്ലേ? MLAക്കുള്ള കൈക്കൂലി അല്ലേ? അത് നിസ്സാരമായ കാര്യം. ഷോൺ ജോർജിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചുമ്മാ അടക്കുക. ഷോൺ ജോർജിന് ഒരു കോൺട്രാക്ടർ, ഒരു PWD കോൺട്രാക്ടർ എന്ന് വെച്ചു, PWD കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു ഇറിഗേഷൻ്റെ കോൺട്രാക്ടർ, എനിക്ക് ചുമ്മാ പൈസ തരികയാണ്, അത് എനിക്ക് ചുമ്മാ തരുന്നതാണോ? അത് PC ജോർജിനുള്ള കൈക്കൂലി അല്ലേ? സിമ്പിൾ എക്സാമ്പിൾ, അത്രേ ഉള്ളൂ. അത് അദ്ദേഹം അറിഞ്ഞില്ലെങ്കിലോ? പിണറായി വിജയനെ അത്യാവശ്യം കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞൂടെ? അതുകൊണ്ടാണ് കേരളത്തിൽ എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ. ഞങ്ങൾക്ക് ഗുണമുണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ഇരുന്ന് സംസാരിച്ച കോൺഗ്രസിൻ്റെ പ്രതിനിധികൾക്ക് 102 സീറ്റ് കിട്ടിയതിലൊരു നിർണായക പങ്ക് ഈ വിഷയത്തിൽ വന്നതും കേരള സമൂഹത്തിന് മുഴുവൻ ബോധ്യമായതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു ലാവ്ലിൻ കേസിൻ്റെ കാര്യം പറഞ്ഞു, അതുകൂടെ ഒന്ന് പറഞ്ഞ അവസാനമേ. 2013 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ CBI അന്വേഷിച്ച് അവസാനിപ്പിച്ച് ആ കേസിൻ്റെ കുറ്റപത്രം കേരള ഹൈക്കോടതി പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിന് ശേഷം അപ്പീലാണ് സുപ്രീം കോടതി നടത്തുന്നത്. അതിനകത്തൊന്നുമില്ല. അന്ന് എന്തെങ്കിലും ഉണ്ടായിരുന്നു അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞതിന് അതുകൊണ്ടാണല്ലോ കേരള ഹൈക്കോടതി പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയത്. അതിന് 38 അല്ല 58 പ്രാവശ്യം മാറ്റി വെച്ചാലും ആ കേസിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു. അത് ചെയ്തു വെച്ചത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് അന്ന് CBI ആണെന്ന് കൂടെ ഒന്ന് ഓർപ്പിക്കുന്നു. ശരി, ഒരിടവേളയിലേക്ക് പോവുകയാണ്. വളരെ പെട്ടെന്ന് ശ്രീ പ്രമോദ് പുഴങ്കര ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, സാധാരണ ഒരു ചർച്ചയുടെ ആ ഒരു റൊട്ടേഷൻ രീതി ഞാനൊന്ന് മാറ്റി, അങ്ങയിലേക്ക് എത്താൻ വൈകിയതിൽ ക്ഷമിക്കണം. പക്ഷേ ഷോൺ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ് അങ്ങയോട് ചോദിക്കാവുന്നതാണെന്ന് ഞാൻ കരുതുന്നു. അതായത് ഷോൺ ജോർജ് എന്നൊരു വ്യക്തിക്ക് അങ്ങനെ വെറുതെ നേട്ടങ്ങളൊന്നും വരില്ല. അതുപോലെ പിണറായി വിജയന്റെ മകൾ വീണയിലേക്കും അങ്ങനെ വെറുതെ പിണറായി വിജയന്റെ മകൾ വീണ നടത്തുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് ഇത്ര വലിയ ഒരു കരാർ അങ്ങനെ വെറുതെ വന്നു ചേരില്ല. പക്ഷെ അപ്പോഴും എൻ്റെ പ്രധാനപ്പെട്ട സംശയം, ഒരു 2000 മുതൽക്കൊക്കെ തന്നെ CPM-ൽ ഈ ശശിധരൻ കർത്ത എന്ന് പറയുന്ന പേരൊരു ടെയിൻറ്റഡ് നെയിമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പലപ്പോഴും പാർട്ടി സമ്മേളനത്തിലടക്കം ഈ പേര് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതും വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഒക്കെ നമുക്കറിയാം. സ്വന്തം മകൾ ഇങ്ങനെ ഒരു ഇടപാട് നടത്തുമ്പോൾ, ഇപ്പോൾ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകളൊക്കെ പിണറായി വിജയൻ അറിയണോ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ നേരത്തെ ഷോൺ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സിഗ്നിറ്ററി ഒരാൾ അദ്ദേഹത്തിൻ്റെ പത്നി കമലയാണ്. പിണറായി വിജയന്റെ മകൾ എന്നത് തന്നെയാണ് വീണയുടെ ആദ്യത്തെ മേൽവിലാസം. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു കമ്പനിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് പിണറായി വിജയൻ
അത് തടയേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലേ? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ധാർമ്മിക ഉത്തരവാദിത്വമൊന്നും ഇല്ല തനിക്ക് എന്നാണ് ശ്രീ പിണറായി വിജയൻ കുറേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിക്കുന്നവരെ മുഴുവൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും പാർട്ടിക്കാരും കൂടി ചീത്ത പറയുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനൊരു യുക്തിസഹമായ മറുപടി ഒരുപക്ഷെ കൂടെ നിൽക്കുന്നവർക്ക് പോലും ഈ അവസരത്തിൽ ഇത്രയൊക്കെ ഒരുപക്ഷെ കൂടെ നിന്ന് ഇത്രയൊക്കെ എത്തിയപ്പോൾ ഒരുപക്ഷെ അവർക്ക് പോലും തോന്നുന്ന സംശയങ്ങൾക്ക് ചെറുതായ ഒരു ഉത്തരം പോലും നൽകാൻ സാധ്യമാകുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ രണ്ട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഒന്ന് രാഷ്ട്രീയ പ്രശ്നമാണ് ഇതിൻ്റെ. അത് അവിടെയാണ് ഇപ്പോൾ ശ്രീജ പറഞ്ഞ ധാർമ്മികത, ഇടതുപക്ഷ പാർട്ടികൾ പുലർത്തേണ്ട രാഷ്ട്രീയമായ സൂക്ഷ്മത, ഇടപാടുകളിലും തങ്ങളുടെ സാമ്പത്തിക വ്യവഹാരങ്ങളിലും പൊതുസമൂഹത്തിനു മുമ്പിൽ അവർ കാണിക്കേണ്ട തെളിമയും വ്യക്തതയും, ഇതാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രശ്നം. അത് എല്ലാ പൊതുപ്രവർത്തകരും കാണിക്കേണ്ടതാണ്. പക്ഷേ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് അത്തരത്തിൽ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തം കടമയുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അതുകൂടി ഉൾപ്പെട്ടതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിപ്പോൾ പൊതുപ്രവർത്തകരെല്ലാം പുലർത്തേണ്ട ഒന്നാണ്. ഇത് പുലർത്തിയില്ല എന്ന് നമുക്ക് മുമ്പിൽ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പൊതുസമൂഹം എല്ലാവരെയും അങ്ങനെ തന്നെയാണ് വിചാരണ ചെയ്യുകയും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. അപ്പോൾ അതാണ് അതിലെ രാഷ്ട്രീയ പ്രശ്നം. രണ്ടാമത്തേത് നിയമപരമായ പ്രശ്നമാണ്. നിയമപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ആര് ചെയ്താലും കേസെടുക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. ഇതിലെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ രണ്ട് പ്രശ്നങ്ങളിലേക്കും വരാം. അത് EDയുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത എന്ന് പറയുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളിലെ ഒരു തടയായിട്ട്, ഇത്തരം പ്രശ്നങ്ങളിൽ ഉയർന്നു വരുന്നൊരു ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതെന്താണ്? അത് വളരെ ന്യായമായ ഒന്നാണ്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്തരം കാര്യങ്ങളിൽ കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും റെയ്ഡ് നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടത്തുന്ന ഇത്തരം അന്വേഷണ പരിശോധന പരമ്പരകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 95% പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കെതിരെയാണ്, BJPക്കെതിരെയല്ല. എന്ന് മാത്രമല്ല, ഇത്തരം പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കുമൊക്കെ ഇടയിൽ വെച്ച് ഈ പ്രതിപക്ഷ കക്ഷിയുടെ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ MP-മാരോ MLA-മാരോ ആയിട്ടുള്ളവരൊക്കെ BJPയിലേക്ക് കൂറുമാറാൻ തയ്യാറായാൽ അല്ലെങ്കിൽ BJPക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറായാൽ അന്നത്തോടുകൂടി അവർക്കെതിരായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രഫുൽ പട്ടേലിൻ്റെ കാര്യത്തിലായാലും ശരി, ആന്ധ്രയിൽ നിന്ന് മുൻ TDP MLA-മാരുടെ കാര്യത്തിലായാലും ശരി, ഇപ്പോൾ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, അസമിൻ്റെ മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വ ശർമ്മ, ഇവരെല്ലാം ഇത്തരത്തിൽ ഈ BJPയുടെ വാഷിംഗ് മെഷീനിൽ കൂടെ പോയിട്ട് BJPയിൽ തന്നെ നേതാക്കളായി മാറിയ കാര്യമാണ്. അപ്പോൾ ഇത് പറയേണ്ടതുണ്ട്. ഇത്തരം ഒരു അടിത്തറ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിലുള്ള നിയമപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇനി നിയമപരമായ പ്രശ്നം ഇതിവിടെ പറഞ്ഞുകൊണ്ട് വളരെ ഇനി ആവർത്തിക്കേണ്ടതില്ല എങ്കിൽ പോലും എന്താണ് ഇതിലെ നിയമപരമായ പ്രശ്നം? നിയമപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊരു സാമ്പത്തിക കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്കെല്ലാം വളരെ വ്യക്തമാണ്. ഒരു തെളിവ് കോടതിയിൽ ഈ ഒരു വിചാരണഘട്ടത്തിൽ വിശദമായ തെളിവുകളുടെയും സൂക്ഷ്മമായ വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കേണ്ട ഒന്നാണ് എന്നുള്ളതുകൊണ്ട് ഇത് കോടതിയിൽ വിട്ടുപോകുമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇതിലെ പ്രാഥമികമായി നമുക്ക് കാണാവുന്നത് എന്താണ്? കമ്പനി നിയമങ്ങളുടെ ലംഘനം എന്ന് പറയുന്ന ഒന്നാണ് ഇവിടെ വളരെ വ്യക്തമായി നടന്നിട്ടുള്ളത്. CMRLന്റെ ഡയറക്ടറായിട്ടുള്ള ഈ ശശിധരൻ കർത്ത എന്ന് പറയുന്ന കക്ഷി അയാളുടെ മറ്റൊരു അയാളുടെ കമ്പനിയായ CMRL പോലെയല്ല, അയാളുടെ കമ്പനിയായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് തോന്നുന്നത്. ആ കമ്പനി ഈ വീണ വിജയൻ എന്ന് പറയുന്ന വീണ തൈക്കണ്ടി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾ, ഈ വീണ വിജയൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആക്ഷേപിക്കാനൊന്നുമില്ല, ആളുകൾക്ക് മനസ്സിലാവുന്ന അങ്ങനെ ആയതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ വീണ വിജയന് 50 ലക്ഷം രൂപ 2 ഘട്ടങ്ങളിലായിട്ട് 25 ലക്ഷം രൂപയായിട്ട് ലോൺ കൊടുക്കുന്നു. ഒന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത്, പിണറായി പ്രതിപക്ഷ നേതാവായ സമയത്തും തൊട്ടു പിന്നാലെ അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്തുമായിട്ടാണ് ഈ ലോൺ കൊടുക്കുന്നത്. ഈ ലോൺ കൊടുത്തതിൽ ആകെ 4 ലക്ഷം രൂപയാണ് ഈ വീണ തിരിച്ചടയ്ക്കുന്നത്. ലോണിൻ്റെ റീപേയ്മെൻ്റ് ആയിട്ട് വരുന്നത് 4 ലക്ഷം രൂപയാണ് അതുവരെ തിരിച്ചടയ്ക്കുന്നത്. ഈ ഡെറ്റ് അതിനുശേഷമാണ് CMRL ഇത്തരത്തിലുള്ള ഒരു കൺസൾട്ടൻസി സർവീസ്, ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൻ്റെയൊക്കെ പല രീതിയിലായിട്ട് കൊടുത്തു എന്നും അതിൽ പ്രത്യേകിച്ച് സർവീസൊന്നും കൊടുത്തിട്ടില്ല എന്ന് SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തുന്നതും അത്തരത്തിലുള്ള അതിൻ്റെ ഈ സെറ്റിൽ ബോർഡിൻ്റെ ഇതിൽ അവരുടെ വിധിയിലൊക്കെ ഓർഡറിലൊക്കെ വരുന്ന ഒരു കാര്യവും അതാണ്. അതിലെന്താണ്, ഈ 4 ലക്ഷം രൂപയ്ക്ക് പുറമെ ബാക്കി ആയിട്ടുള്ള ലോൺ തിരിച്ചടയ്ക്കുന്നതിനും കൂടി
കൂടി വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഡെറ്റ് സർവീസിങ്ങിനും കൂടി വേണ്ടിയിട്ടാണ് CMRL കൂടെ ഇത്തരത്തിലുള്ള ഒരു കരാർ, സാമ്പത്തികമായി വീണയ്ക്ക് പണമുണ്ടാക്കുന്ന ഒരു കരാർ കൊടുക്കുന്നത് എന്നാണ്. എന്തിനാണ് ഈ കരാർ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സേവനങ്ങളൊന്നും CMRL ചെയ്തു കൊടുക്കാത്തത്? CMRL സേവനം ചെയ്തു കൊടുക്കാനുള്ള ഉദ്ദേശത്തിലല്ല ആ കരാർ ഉണ്ടാക്കുന്നത്. മറിച്ച് CMRL നിന്നും ആ പണം വീണയ്ക്കെത്തുമ്പോൾ കർത്ത നേരത്തെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നും വീണയ്ക്ക് കൊടുത്ത പണം, കടം തിരിച്ചടവിനായിട്ട് ഈ പണം കൂടി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിൽ നിയമലംഘനം, കമ്പനി ആക്ടിൻ്റെ ഇപ്പോൾ 447 അടക്കമുള്ള നിരവധിയായിട്ടുള്ള നിയമങ്ങളാണ് ഇതിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ലംഘിക്കപ്പെട്ടിരുന്നത്? ബ്രീച്ച് ഓഫ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടിയാണ്. ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി CMRL കർത്ത പറ്റിച്ചു എന്നുള്ളതാണ്. ആ പറ്റിക്കൽ പരിപാടിയിൽ പങ്കാളിയാണ് വീണ വിജയൻ. അങ്ങനെയാണ് ഇതൊരു ഒഫൻസായി മാറുന്നത്. ഇതൊരു പ്രെഡിക്കേറ്റ് ഒഫൻസാണ്, ഒരു ഷെഡ്യൂൾഡ് ഒഫൻസാണ്. എങ്ങനെ? ഇത് പണം തട്ടിപ്പ് നിയമപ്രകാരം PMLAക്ക് ഇതിൽ കേസെടുക്കാൻ പറ്റുന്നത് ഈ പ്രെഡിക്കേറ്റ് ഒഫൻസ് വെച്ചിട്ടാണ്. കമ്പനി നിയമങ്ങളുടെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് അതിൽ നിന്നും സാമ്പത്തിക ലാഭമുണ്ടാക്കി എന്നുള്ളതാണ്. ആരാണ് ഇതിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത്? CMRL പറ്റിച്ചുകൊണ്ട് മറ്റ് ഡയറക്ടർമാരോട്, തൻ്റെ കമ്പനിയോട് തനിക്ക് ഇതിലുള്ള വ്യക്തിപരമായ സാമ്പത്തികമായ താല്പര്യം പറയാതെ കമ്പനിയെ പറ്റിച്ചുകൊണ്ട് കർത്ത സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. ആ സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ള കുറ്റകൃത്യത്തിൽ വീണ വിജയൻ പങ്കാളിയാകുന്നു. ഇതാണ് ഇതിൻ്റെ പ്രാഥമികമായ നിയമപരമായ തട്ടിപ്പ് ഇതിൽ നടക്കുന്നത്. ഇനിയാണ് ഇതിൽ രാഷ്ട്രീയ പ്രശ്നം വരുന്നത്. ഇത് കോടതിയിൽ എത്രത്തോളം തെളിയിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ കാണാം. അതാണ് നേരത്തെ പറഞ്ഞ പല ഘടകങ്ങളും അതിൽ ബാധകമാണ്. അന്വേഷണ ഏജൻസിയുടെ കഴിവ്, അതുപോലെ തന്നെ ഈ മണി ട്രെയിൽ എന്താണ്, അതുപോലെ തന്നെ ഇതിൽ കൊടുക്കുന്ന സേവനങ്ങൾ ഇല്ല എന്ന് പറയുമ്പോഴും അതിലെന്തെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതൊന്നുമില്ല. കേവലമായിട്ടുള്ള ഇമെയിൽ പോലും ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്കൊക്കെ ഈ പുറത്തു വരുന്ന. നേരത്തെ പറഞ്ഞത് ഇവിടെ ശരിയാണ്. ED അതിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചിട്ട് ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള വിവരങ്ങളാണ് മീഡിയയ്ക്കും നമുക്കൊക്കെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നമില്ലാതാകുന്നില്ല. ഇനി ഇതിലെ രാഷ്ട്രീയമായ പ്രശ്നമാണ് പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ. പിണറായി വിജയനുമായിട്ട് കർത്തയ്ക്ക് വേറെ അടുപ്പത്തിൻ്റെ കാര്യമൊന്നുമില്ല. അവർ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരോ അങ്ങനെ വൈകുന്നേരം കൂടിയിരുന്ന് തമാശ പറയുന്നവരോ ഒന്നുമല്ല. പിണറായി വിജയൻ ഒരു കേരളത്തിലെ ഏറ്റവും പവർഫുള്ളായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. കർത്തയാണെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് കാശ് കൊടുക്കുന്നൊരു പതിവുള്ളതായിട്ട് നമുക്കൊക്കെ വ്യക്തമാകുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്. അതാണല്ലോ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിന്നുള്ള OC, അതുപോലെ തന്നെ PV എന്നൊക്കെ പറയുന്ന കുറേ പേരുകൾ. ആ പേരുകളിലെ ബാക്കി പേരുകളുടെ ഫുൾ ഫോമൊക്കെ CPM-കാർ കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ PV എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനല്ല എന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തിനാണ് വീണ വിജയന് ഇത്രയും വളരെ ദുർബലമായ ഈ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് എന്തിനാണ് ഇത്രയും ദുർബലമായ ഒരു സേവന കരാർ ഉണ്ടാക്കി കൊടുക്കുന്നത്? CMRL പോലെ കോടികളുടെ ഇടപാടുകൾ നടത്തുന്ന ഒരു കമ്പനിക്ക് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, കുറച്ചുകൂടി അനുഭവ പരിചയമുള്ള, മറ്റേ ഈ മേഖലയിൽ പരിചയമുള്ള ഒരു കമ്പനിക്ക് കൊടുക്കാം. എന്തിനാണ് വീണ വിജയന് കൊടുക്കുന്നത്? വീണ വിജയൻ്റെ ഇതിനുള്ള എക്സ്പെർട്ടൈസ് എന്താണ്? അതാണ് ചോദ്യം. അപ്പോൾ വീണ വിജയന് പ്രത്യേകിച്ച് എക്സ്പെർട്ടൈസ് ഉണ്ടായിട്ടല്ല ഇത് കൊടുക്കുന്നത്. മറിച്ച് ഈ രാഷ്ട്രീയ നേതൃത്വത്തെയും ഭരണ നേതൃത്വത്തെയും സ്വാധീനിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ്റെ മകളാണ് എന്നുള്ള കാരണം കൊണ്ടാണ് ഇത് കൊടുത്തത് എന്നുള്ളതാണ് ആരോപണം. ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളത്. അതുകൂടി അന്വേഷിക്കണം. അതുകൂടി അന്വേഷിക്കുന്നതിന് പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് അയാൾ കുറ്റവാളിയാണോ, അദ്ദേഹം കുറ്റവാളിയാണോ എന്നൊന്നുമല്ല. ഇതിലൊരു കാര്യം കൂടി പറയാം. ഇവിടേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? പിണറായി വിജയനോടുള്ള സ്വാധീനം കൊണ്ട് കൂടിയാണ് കൊടുത്തതെന്ന് പറയുന്നത്. വീണ വിജയൻ ഇത്തരത്തിൽ ഒരു കമ്പനിയുമായിട്ട്, CMRL പോലുള്ളൊരു കമ്പനിയുമായിട്ട്, എക്സാലോജിക് എന്ന് പറയുന്ന അവരുടെ ഒരു കമ്പനി ഒരു ഇടപാട് നടത്തുമ്പോൾ പാലിക്കേണ്ട സൂക്ഷ്മതകളൊന്നും തന്നെ പാലിച്ചിട്ടില്ലല്ലോ. അതല്ലേ അവർക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയാത്തതും ഇമെയിലുകൾ പോലും നേരാവണ്ണം ഇല്ലാത്തതും അതുകൊണ്ടാണ്. മറ്റൊന്നു കൂടിയുണ്ട്. ഇവിടേക്ക് എത്തുന്നത്, ഈ എക്സാലോജിക് CMRL ഇടപാടിലേക്ക് എത്തുന്നതിന് മുമ്പ് പിണറായി വിജയൻ തൻ്റെ വീണ വിജയൻ്റെ അവരുടെ ഒരു പ്രോഗ്രഷൻ നോക്കുക. എങ്ങനെയാണ്? അവിടെയാണ് പിണറായി വിജയനിലൂടെ
മാത്രമാണ് വീണ വിജയന്റെ എല്ലാ ഇടപാടുകളും എല്ലാ കമ്പനികളും ജീവിതവും നടന്നിട്ടുള്ളത്. ഒരു മകൾ എന്നുള്ള നിലയിൽ അവരെ സഹായിക്കുന്നതിൽ തെറ്റില്ല. അത് പക്ഷേ CPIM എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഇരുന്നു കൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. 3 പോയിന്റുകൾ നമുക്കതിൽ കാണാൻ കഴിയും. ഈ ഒറാക്കിൾ എന്ന് പറയുന്ന ഒരു IT കമ്പനിയിലാണ് അവർ ജോലി ചെയ്തു തുടങ്ങിയത്. അപ്പോഴേക്കും RP ടെക് സോഫ്റ്റ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് രവി പിള്ള എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായിയുടെ ഒരു മലയാളിയായ പ്രവാസി വ്യവസായിയുടെ കമ്പനിയുടെ അതിന്റെ ചുമതലക്കാരിയായിട്ട് അവരെ നിയമിക്കുന്നു. 2004 മുതൽ 2010 വരെ മാത്രമാണ് ഒറാക്കിളിൽ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 6 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ പറ്റി നമുക്കൊക്കെ നമ്മുടെ ചുറ്റും ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് RP ടെക്കിന്റെ CEO ആകുന്നത്. അതൊന്നും സാധാരണഗതിയിൽ സാധ്യമല്ല. ഇനി ആയിക്കോട്ടെ, അങ്ങനെ ഇപ്പോൾ രവി പിള്ളയ്ക്ക് അങ്ങനെ തോന്നിയെങ്കിൽ തോന്നട്ടെ, ഇങ്ങനെ ഒരാളെ ആക്കാം എന്ന് തോന്നട്ടെ. പക്ഷേ ആ തോന്നലിന് അടിസ്ഥാനമുണ്ട്. ആ തോന്നൽ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണ് എന്നുള്ളതാണ് ആരോപണം. കോവളം കൊട്ടാരം രവി പിള്ളയ്ക്ക് വിട്ടുകിട്ടുന്ന പ്രശ്നങ്ങളിൽ അടക്കം സ്വീകരിച്ച നിലപാടും അതിൽ നിന്ന് VS സ്വീകരിച്ച നിലപാടും അന്ന് പാർട്ടി നേതൃത്വം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച നിലപാടും ഒക്കെ വീണ്ടും ചർച്ചയാകുന്ന ആ ഘട്ടത്തിലാണ്. പിണറായി വിജയന്റെ മകൾ മാത്രമല്ല, കോടിയേരിയുടെ മകനും RP ടെക്കിൽ ജോലി ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന മറ്റൊരു വാസ്തവം. ശ്രീ പ്രേംകുമാറിലേക്ക് ഞാനൊന്ന് പോയിക്കോട്ടെ. അതെ അങ്ങനെയാണല്ലോ. ഒറ്റ മിനിറ്റ്. ഈ വിപ്ലവ പാർട്ടി നേതാക്കന്മാരുടെ മക്കളുടെയൊക്കെ ധർമ്മസങ്കടങ്ങൾ പരിഹരിക്കുന്നതിന് പ്രവാസി വ്യവസായികൾ കൂട്ടമായി എത്തുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കുറെ കാലമായി കാണുന്നത്. ഇനി RP ടെക്കിൽ നിന്നും എക്സാലോജിക്കിൽ എത്തുമ്പോൾ അവിടെ രവി പിള്ളയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ കേരളത്തിലെ ഒരു ടൈൻറ്റഡ് വ്യവസായി എന്ന് ആരോപണം നേരിടുന്ന കർത്തയെത്തുന്നു. ശശിധരൻ കർത്തയെത്തുന്നു. ശശിധരൻ കർത്ത 2 ഘട്ടങ്ങളിലായിട്ട് 50 ലക്ഷം രൂപ കൊടുക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇത്തരത്തിൽ? എന്ന് മാത്രമല്ല, ഇങ്ങനെ 50 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഏതാണ്ട് 2.25 കോടി രൂപയുടെ ഇത്തരത്തിലുള്ളൊരു കരാറൊക്കെ ഏർപ്പെട്ട് CMRL പോലുള്ള വലിയൊരു സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെട്ട ഈ കമ്പനി വളരെ പെട്ടെന്ന് ഡോർമന്റ് സ്റ്റാറ്റസിലേക്ക് പോകുന്നു. കമ്പനി പ്രവർത്തിക്കുന്നില്ല. ഇത്തരത്തിൽ എക്സ്പെർട്ടൈസുള്ള ഒരു കമ്പനിയാണെങ്കിൽ അത് തുടർന്ന് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുന്നതിന് കോജന്റ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുകയോ വേണം. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കമ്പനി എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിന് എൻ്റെ ഇഷ്ടം. ഇനി ഞാൻ ഈ കമ്പനി നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കും നിങ്ങളെ പിടിച്ച് ജയിലിടാനൊന്നും പറ്റില്ല. പക്ഷെ അതിനുള്ള കാരണങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഇതാണ് പ്രശ്നം. ഇതിന്റെ ഉത്തരം പറയാനാവാത്ത ഒരുപാട് ചോദ്യങ്ങൾ വീണയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് മുന്നിലുണ്ട്. പാർട്ടി ഒരു ഘട്ടത്തിലൊക്കെ പ്രതിരോധിക്കാൻ നോക്കി. ഇപ്പോൾ നേരത്തെ ശ്രീ അനിൽ ബോസ് പറഞ്ഞതുപോലെ ആ പ്രതിരോധത്തിൽ നിന്ന് പാർട്ടി പോലും പിൻവലിഞ്ഞതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവായ പിണറായി വിജയൻ ആരോപണത്തിന്റെ അറ്റത്തേക്ക് വരുമ്പോൾ മകൾ വീണയ്ക്ക്, ഈ നാട്ടിലെ ഒരു MLA-യുടെ ഭാര്യയാണ് അവർ, ഇത്രയും കാലം പിണറായി വിജയന്റെ പൊതുജീവിതത്തോടൊപ്പം നിന്നിട്ടുള്ള ആളാണ് വീണ, അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല, ഇത്രയും വലിയ പദവിയിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്, RP ടെക്കിന്റെ CEO ആണ്, എക്സാലോജിക് എന്ന് പറഞ്ഞ ഒരു കമ്പനി തുടങ്ങിയ ആളാണ്, അങ്ങനെ ഒരു വലിയ ഓൺട്രപ്രണർ ആണ്. എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് വീണയ്ക്ക് ഒരു വാക്ക് ഈ സമൂഹത്തിന് മുന്നിൽ വന്ന് ഇതെന്റെ പിതാവുമായി ബന്ധപ്പെട്ടതല്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ, അത് നിങ്ങൾക്ക് വലിയ ആശ്വാസമാവുമായിരുന്നു? എനിക്ക് ആശ്വാസമാവാനൊന്നുമില്ല. അല്ല, ഞാൻ പറയുന്നത് അങ്ങയെ പോലെ ഇവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് പോലും ഏതെങ്കിലും ഒരു സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പറയാൻ എളുപ്പമാവില്ലായിരുന്നോ? അല്ല, വെയിറ്റ്. ഞാൻ ചേർന്ന് പ്രവർത്തിക്കുന്നതും ചേർന്ന് സംസാരിക്കുന്നതും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടാണ്. വീണ തൈക്കണ്ടിയുടെ കമ്പനിയോട് അല്ല. അതിൽ യാതൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ടതില്ല. ഇനി വീണ തൈക്കണ്ടിയിൽ സോഫ്റ്റ്വെയർ എന്താ പറയുക കൺസൾട്ടൻസി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചു കാലമായിട്ട് അതുപോലെ റിലേറ്റഡ് ആയ വേറൊരു സാധനമാണ് ചെയ്യുന്നത്. CMRL പോലുള്ള ഒരു ടൈൻറ്റഡ് കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ വന്നാൽ ഞാൻ പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യില്ല. അത് ഞാൻ ഇടതുപക്ഷത്തിന് വേണ്ടി ചർച്ചയ്ക്ക് വരുന്ന ആളായതുകൊണ്ടല്ല, അല്ലാതെ തന്നെ ചെയ്യില്ല. ഇനി ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ് എങ്കിൽ ഞാൻ 100 വട്ടം ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. കാരണം ഞാൻ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അടക്കമുള്ള ചാനലിൽ വലിയ ഹെഡ്ലൈൻ വരിക ഇടത് സഹയാത്രികൻ അത് ചെയ്യുന്നു എന്നാണ്. ഞാൻ 100 വട്ടം ആലോചിക്കും. അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കും സങ്കടമുണ്ട്. ഞാൻ വിചാരിക്കുന്ന കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർക്കും ആ സങ്കടം ഉണ്ടാവുമെന്ന് തന്നെയാണ്. ഇനി പ്രമോദ് പുഴങ്കര പറഞ്ഞു വെച്ചതിന്റെ അവസാനത്തെ സാധനം, ഇതിനി കൊറാബറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ ഒന്നാമത്തെ സിനാരിയോ എന്താണ്?
ഈ എഗ്രിമെന്റ് എന്നുള്ളത് വളരെ ജെന്യുവിൻ ആയിരുന്നു, സർവീസ് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതിന് യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. രണ്ടാമത്തത്, ഈ എഗ്രിമെന്റ് ഒരു വൈറ്റ് പേപ്പർ എഗ്രിമെന്റ് മാത്രമായിരുന്നു, അതൊരു ഫേക്ക് എഗ്രിമെന്റ് ആയിരുന്നു, സർവീസ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വരുന്നത് എന്തിനാണ് 2.25 കോടി രൂപ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന് ഉത്തരം പറയേണ്ടത് കമ്പനിയുടെ ആൾ നിലയ്ക്ക് കർത്തയോ വാങ്ങിച്ച വീണ തൈക്കണ്ടിയിലോ ആണ്. പിണറായി വിജയനോ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പാർട്ടി നേതാവായിരുന്ന ആള് പറയേണ്ടുന്നതോ അല്ലെങ്കിൽ ജനസമക്ഷം തെളിയിക്കേണ്ടതോ ആയ കാര്യം, ഈ എഗ്രിമെന്റിന്റെ പേരിൽ ഇത്രയും പൈസ വീണ തൈക്കണ്ടി വാങ്ങി എന്നുള്ളതിന്റെ പേരിൽ കർത്തയുടെ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായ സേവനങ്ങളോ പ്രിവിലേജസോ കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ കേരള സർക്കാരോ ഏതെങ്കിലും സർക്കാർ സംവിധാനമോ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഇനി അന്വേഷിക്കപ്പെടേണ്ടത്. അതിനകത്ത് ഒരു ഫേവറും ചെയ്തിട്ടില്ല എന്നാണ് മാത്യു കുഴൽനാടൻ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ജഡ്ജ്മെന്റ് എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ, എൻ്റെ അറിവ്. ഞാനത് സബ്ജക്ട് ടു കറക്ഷൻ. ഇനി അതുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോഴാണ് പിണറായി വിജയൻ ഇതിൻ്റെ അകത്ത് എന്താവുക, കുറ്റവാളിയോ അല്ലെങ്കിൽ ഇതിനോട് ചേർന്നിട്ടുള്ള ആളോ ആവുക. അല്ലാതെ ചോദ്യം ചെയ്യുന്നു, അങ്ങോട്ട് പോകുന്നു എന്നൊക്കെയുള്ള ഇത്തരം മീഡിയ വാർത്തകളും ചർച്ചകളും കൊണ്ട് ആ ഒരു കൺസോളിഡേഷനിലേക്ക് പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ചില പ്രത്യേക സമയങ്ങളിലാണ് ഇതിങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അനിൽ ബോസിനായിരുന്നാലും പ്രമോദിനായിരുന്നാലും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ മുഴുവൻ ED എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അവരുടെ മുൻകാല പ്രവർത്തനം വെച്ച് അവരുടെ പ്രവർത്തനത്തെ നമുക്ക് വിലയിരുത്താം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന ഒരു നിലപാടിലേക്കൊക്കെ നമുക്ക് എത്താം. പക്ഷേ ഇവിടെ CMRL പോലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നടന്ന വലിയ ക്രമക്കേട്, അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ മകൾ കൂടി വരുന്നത് പാർട്ടിക്കാകെ നാണക്കേടല്ലേ? നമുക്ക് EDയെ, BJPയെ, NDA ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അന്വേഷണ സംവിധാനങ്ങളൊക്കെ വിമർശിക്കാം. പക്ഷെ ആദ്യം നമുക്ക് നമ്മുടെ ഭാഗത്ത് ഒരു ശരി വേണമല്ലോ ശ്രീ പ്രേംകുമാർ. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അതായത് ED എന്നുള്ള സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ ഗവൺമെന്റ് ഇന്ത്യ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കാനുള്ള ആ വോയിസിനും കൂടി ക്ഷീണമുണ്ടാക്കുകയാണ് ഇത് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഇതിനോട് പാർട്ടി പ്രതികരിച്ച രീതിയിൽ പലപ്പോഴും പല രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അന്ന് അവസാനം ഈ 3 വീടുകളിൽ എന്താ പറയുക, റെയ്ഡ് നടക്കുന്ന സമയം അന്ന് പ്രതികരിച്ച പോലെ അല്ല അതിനുശേഷം പ്രതികരിക്കുന്നത്. എന്താണ്? അത് വീണ തൈക്കണ്ടിയിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്, അവരത് പറയുമെന്നുള്ളതായിരുന്നു. ശ്രീജ ചോദിച്ചതുപോലെ ആദ്യം തന്നെ അവരത് പറഞ്ഞിരുന്നുവെങ്കിൽ എത്രയോ ചർച്ചകളും സാധനങ്ങളും ഒഴിവായി കിട്ടിയേനെ. എത്രയോ ഘട്ടങ്ങളിൽ നിന്ന് പ്രതിരോധത്തിലാവുന്നതിൽ നിന്ന് പാർട്ടിയും ഇടതുപക്ഷവും രക്ഷപ്പെട്ടേനെ, കൃത്യമായിട്ട് രക്ഷപ്പെട്ടേനെ. അതായത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതോ തെളിയിക്കേണ്ടതോ ഒരു കാര്യം മാത്രമാണ്. കർത്തയുടെ കമ്പനിക്കോ കർത്തയ്ക്ക് പേഴ്സണലായിട്ടോ പിണറായി വിജയൻ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡറെ ഇൻഫ്ലുവൻസിന്റെ ബലത്തിൽ എന്താ പറയുക, അനർഹമായ ഒരു സൗജന്യവും നൽകിയിട്ടില്ല, ഒരു അനുമതിയും നൽകിയിട്ടില്ല. ഗവൺമെന്റ് ഈസ് ക്ലിയർ, പാർട്ടി ഈസ് ക്ലിയർ, പിണറായി വിജയൻ ഈസ് ക്ലിയർ. മറ്റത് കമ്പനിയുടെ കാര്യമാണ് എന്ന് പറഞ്ഞ് അവർ തമ്മിലാവുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ പറ്റിയ അബദ്ധം എന്താണ്? ഇത് പാർട്ടിക്കെതിരെയുള്ള ആഗോള ഗൂഢാലോചനയാണെന്നുള്ള മട്ടിൽ സ്വീകരിച്ചു. അന്നത്തെ അക്രമം പോലും അതാണ്. ഇപ്പൊ ആളുകൾ ജയിലിൽ കിടക്കുന്ന സീനും അത് തന്നെയാണ്. ഒരു കാര്യത്തെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ജനങ്ങൾ വിശ്വസിക്കില്ല. അവരിതിനെ വളരെ സ്കെപ്റ്റിക്കലായിട്ടേ കാണുള്ളൂ എന്നറിയാത്തതിന്റെ ഒരു പ്രശ്നം കൂടി ഇതിന്റെ അകത്ത് മൊത്തത്തിൽ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒരു എഗ്രിമെന്റിലൂടെ കാശ് വാങ്ങുന്നതിന്റെ, ഫീ വാങ്ങുന്നതിന്റെ എത്തിക്കൽ ഇഷ്യൂ ഐ എം വെരി മച്ച് കൺസേൺഡ് അബൌട്ട് ഇറ്റ് പേഴ്സണലി ആസ് വെൽ ആസ് പൊളിറ്റിക്കലി. ശരി, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഷാർപ്നെസ്സിനെ കുറിച്ച് ചില സംശയങ്ങൾ വരും. അതായത് ഇപ്പോൾ ഈ വിഷയം ആദ്യം നിയമസഭയിൽ അടക്കം ഉയർത്തിയത് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനാണ്. പക്ഷേ എന്തുണ്ടായി? അന്ന് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ പക്ഷെ ഒരല്പം ആ ഷാർപ്നെസ് ഒരല്പം മാറിപ്പോയി. അതിൻ്റെ പേരിൽ കുറേ കാലം അതിൽ നിന്ന് CPM-ന് അല്ലെങ്കിൽ പിണറായി വിജയനൊക്കെ മാറി നിൽക്കാൻ കഴിഞ്ഞു. ഇപ്പൊ ഇന്നലെയും അദ്ദേഹം പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ കുറെ ആരോപണം ഉന്നയിച്ചില്ലേ, ഇതൊക്കെ മാധ്യമങ്ങൾ എത്ര കാലമായി ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ വളരെ പ്രിയപ്പെട്ട ആളല്ലേ എന്നൊക്കെ പറയാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയത് ഒരു പക്ഷേ ഈ വിഷയത്തിൽ ആക്രമണത്തിന്റെ മുന കറക്റ്റ് ആയിരുന്നില്ല എന്നതുകൊണ്ടാണ്. അല്ല, അങ്ങനെയല്ല കാണേണ്ടത്. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ ഇടത് സഹയാത്രികനെന്ന് കേരളം അറിയുന്ന ശ്രീ പ്രേംകുമാർ അടക്കം എടുത്തിട്ടുള്ള ഒരു 4 ചുവട് പുറകോട്ട് വയ്ക്കുന്ന സമീപനമുണ്ടല്ലോ, അതിപ്പോൾ ഉണ്ടായതാണ്. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. CPM അവരുടെ ആസ്ഥാനമായി AKG സെന്റർ, ഞാൻ ഒരിക്കലും അതല്ലാത്ത അഭിപ്രായം പറഞ്ഞിട്ടില്ല. ശരി, അദ്ദേഹം പറഞ്ഞോട്ടെ.
നിങ്ങൾ ഉപദ്രവിക്കാതെ നമ്മൾ മര്യാദയ്ക്ക് ചർച്ച പോവല്ലേ. അപ്പം ഞാൻ ചോദിക്കുന്നത് CPM പ്രവർത്തകരോ നേതാക്കളോ എന്തുകൊണ്ടാവും വീണ വിജയൻ്റെ അഡ്രസ്സ് AKG സെൻറ്റർ എന്നാക്കിയത് എന്ന് ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അബോധാവസ്ഥയിൽ ഇരിക്കുമ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ബോധമില്ലായ്മ അല്ലെ ബോധം കൂടുതൽ കുറവ് ആ സമയത്തെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി സഖാവ് ചിന്തിച്ചിട്ടുണ്ടോ? പ്രേംകുമാർ, ഇപ്പോഴും താങ്കൾ പറഞ്ഞു വെക്കുന്നത് അവസാനം വരുമ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള വാക്കുകളാണ് താങ്കൾ പ്രയോഗിക്കുന്നത്. പുറമേ പറയുന്നു ഞാൻ ന്യായീകരിക്കുന്നില്ല എന്ന് ഒരു വശത്ത് പറയുകയും അതിനുശേഷം ന്യായീകരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ എന്ന് പോലും പറയുന്നില്ല. അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ കഴിയുന്ന മറുവാദങ്ങൾ ഉയർത്താനാണ് സംസാരത്തിനിടയിൽ ശ്രമിക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, വീണ വിജയൻ ഒരു കമ്പനി തുടങ്ങുന്നതിന് ഞങ്ങളാരും എതിർത്തിട്ടില്ല. വീണ വിജയൻ ഏതെങ്കിലും കമ്പനിക്ക് സേവനം ചെയ്യുന്നതിന് ഞങ്ങളാരും എതിർത്തിട്ടില്ല. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷത്തെ ഇന്നത്തെ ഭരണപക്ഷത്തെ ഇരിക്കുന്ന ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമല്ല. ഇത് കമ്പനി നിയമം അനുസരിച്ച് നടക്കേണ്ട കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് SFIയുടെ അന്വേഷണം വന്നത്. ആ അന്വേഷണത്തിൻ്റെ പരിശോധനകളിൽ ഒരു ജോലിയും ചെയ്യാതെ പണം മേടിച്ചു എന്ന് വരുന്നു. പല ആളുകൾ പണം മേടിച്ചിട്ടുണ്ടാവും. അതിൽ കോൺഗ്രസ്സുകാരുണ്ടോ? അന്വേഷിച്ചോട്ടെ, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റേതെങ്കിലും പാർട്ടിക്കാരുണ്ടോ? അന്വേഷിക്കണമെന്നേ, അന്വേഷിച്ചോട്ടെ. ഇവിടുത്തെ പ്രശ്നം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ആൾ, അതിനു മുമ്പ് വളരെ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന, ശ്രീജ ഉപയോഗിച്ച് വാക്ക് പറഞ്ഞാൽ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ, അദ്ദേഹത്തിൻ്റെ മകൾ, അതും AKG സെൻറ്ററാണ് അഡ്രസ്സ് വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു പാർട്ടി ആസ്ഥാനം അഡ്രസ്സാക്കി വെച്ചുകൊണ്ട് ഒരു ജോലിയും ചെയ്യാതെ കൂലി വാങ്ങിച്ചിട്ട് ഈ കാലം അത്രയും കമാന്നൊരക്ഷരം ഉരിയാടാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു CPMകാരനോ DYFIക്കാരനോ SFIക്കാരനോ ചർച്ചയിൽ വന്ന് പാർട്ടിയുടെ വക്താക്കളായി വരുന്ന ആരെങ്കിലും ഒരാൾ തയ്യാറായോ? അത് ശരിയല്ല, അത് പാർട്ടി പരിശോധിക്കണം എന്നെങ്കിലും പറയാനുള്ള ആർജവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായോ? ഉണ്ടായിട്ടില്ലല്ലോ, ആർക്കും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ പിണറായി വിജയനെ നാളെ രാവിലെ, നേരത്തെ ഞാൻ ഉപയോഗിച്ചു, നാളെ രാവിലെ തൂക്കിക്കൊല്ലും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ മൊഴിയെടുക്കുക, അത്തരം നടപടിക്രമങ്ങൾ നടക്കട്ടെ. അതിൻ്റെ അകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നീങ്ങട്ടെ. അല്ലാതെ കോൺഗ്രസ് ആണ് അതുകൊണ്ട് പിണറായി വിജയനെ നാളെ രാവിലെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ ഞങ്ങൾക്ക് ഉറക്കം വരും, അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇത് വളരെ ക്ലവറായി, ഞാൻ ആലപ്പുഴയാണ്, കരിമണൽ സമരം ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള സ്ഥലം ആലപ്പുഴയാണല്ലോ. 1000-1500 ദിവസമായി അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് CPMൻ്റെ നേതാവായ ശ്രീ MA ബേബി ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ഗവൺമെൻറ് ഇരുന്നപ്പോൾ, UDF ഗവൺമെൻറ് ഇരുന്നപ്പോൾ കരിമണൽ ഖനനം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ VM സുധീറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ സമരം സർവ്വ രാഷ്ട്രീയ പാർട്ടികളും CPM അടക്കം പങ്കെടുത്തു ഇല്ലേ? പിന്നീട് എവിടെ പോയി CPMൻ്റെ സമരങ്ങളിലെ സാന്നിധ്യം? എവിടെ പോയി? എന്തുകൊണ്ട് CPM നേതാക്കൾ ആ സമരങ്ങളിൽ നിന്ന് പിന്മാറി? എത്രയോ കുടുംബങ്ങൾ അവരുടെ വീടുകളിലേക്ക് കടൽ തിരമാലകൾ ഉയരുമ്പോൾ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ഞെട്ടലോടുകൂടിയാണ് അവിടെ കിടക്കുന്നത് ഇല്ലേ? അവിടെ കയറ്റിക്കൊണ്ടുപോകുന്ന അദ്ദേഹം ചോദിച്ചു, കരിമണൽ കർത്തായ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഉത്തരവാദിത്തപൂർവ്വം ഞാൻ പറയുകയാണ്, ടൈറ്റാനിയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മണൽക്കടത്ത് ഇടപാടുകളിൽ അനധികൃതമായി കരിമണൽ കർത്തായ്ക്ക് ആവശ്യമായി അവിടുന്ന് മണ്ണ് കയറ്റിക്കൊണ്ടു പോകാൻ, കരിമണൽ കടത്തിക്കൊണ്ടു പോകാൻ എല്ലാ ഒത്താശയും പിണറായി വിജയൻ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യുപകാരം തന്നെയാണ് മകളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുള്ളത്. അതിനെന്താ തർക്കം? പിന്നെ അന്വേഷിച്ചിട്ടുണ്ടോ? കണ്ടെത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അന്വേഷിക്കാതെ? അന്വേഷിക്കേണ്ടവൻ കള്ളൻ കാവൽക്കാരനായാലും എന്ത് ചെയ്യും? അതാണ് ഇതിൻ്റെ പ്രശ്നം. ഹൈക്കോടതി മുമ്പാകെ അല്ലെങ്കിൽ തുടർന്നുള്ള നടപടികളിൽ കേസുണ്ടായിട്ടില്ല എങ്കിൽ പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പരാതികളിൽ, അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയിട്ടുള്ള ഇടപെടലുകളിൽ, രേഖകളിലെ തിരിമറികൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. കോടതി നടപടിക്രമങ്ങളിൽ കൃത്യമായി സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തതും അതിനുശേഷം നടന്നിട്ടുള്ള മറിമായങ്ങളും നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ മനസ്സിലാവും ഒരു സർക്കാരിൻ്റെ ഇടപെടൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. കണക്കിനപ്പുറമുള്ള കരിമണൽ വാഹനങ്ങളിൽ കടത്തിക്കൊണ്ടു പോകുമ്പോൾ ഒരു ചെക്കിങ്ങുമില്ലാതെ, ഒരു പരിശോധനയുമില്ലാതെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ആരാണ് അന്വേഷിക്കേണ്ടത്? ഒരു ജനകീയ സമരം ഉയർന്നു വരുമ്പോൾ, നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തുമ്പോൾ ആരാണ് അത് ശരിയായ ദിശയിലാണോ ഈ കരിമണൽ കടത്തിക്കൊണ്ടു പോകേണ്ടത് അന്വേഷിക്കേണ്ട ആരാണെന്ന്? അത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ആളാണ് അന്ന് പിണറായി വിജയൻ. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ മകളാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് കാവൽക്കാരൻ ആയി നിന്നുകൊണ്ട് സത്യത്തിനും നീതിക്കും മൊത്തം കാര്യങ്ങൾ പരിശോധിക്കുകയും അന്വേഷിക്കുകയും കേസെടുക്കുകയും ചെയ്യേണ്ട ആൾ ആ പറയുന്ന കള്ളക്കച്ചവടത്തിന് പങ്കാളിത്തം നൽകി അവർക്ക് സംരക്ഷണം ഉറപ്പാക്കുമ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് പ്രേംകുമാറിനെ പോലുള്ള ആളുകൾ പറയാ തെളിവുണ്ടോ?
തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അത് വരട്ടെ. ഇനി തുടരന്വേഷണം വേണോ പുനരന്വേഷണം വേണോ അതൊക്കെ ഈ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ UDF ഗവൺമെൻറ് ആലോചിക്കും. അത്തരം കാര്യങ്ങൾ UDF ഗവൺമെൻറ് ആലോചിക്കുന്നേ. ഇവിടെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പോഴെങ്കിലും CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിക്കും അതുപോലെ ഇങ്ങ് താഴെ വരെയുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് തിരിച്ചറിവുണ്ടായല്ലോ. പക്ഷേ ആ പാവങ്ങൾ എന്ത് പിഴച്ചു? വർഷം 2 കഴിഞ്ഞാലും ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുന്ന ED ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്യാൻ പോയ പാർട്ടി സഖാക്കൾ, അവരുടെ അവസ്ഥ എന്താ? നന്ദി എന്ന് പറയുന്നതിൻ്റെ ഒരു അംശമുണ്ടെങ്കിൽ എന്തായാലും പിണറായി വിജയനെയും കുടുംബത്തെ സംരക്ഷിക്കാനാണല്ലോ ആ പാവങ്ങൾ, തിരിച്ചറിവില്ലാത്ത ആളുകൾ ആരെങ്കിലും പറഞ്ഞിട്ടാണല്ലോ ഈ പ്രക്ഷോഭത്തിന് പോയത്. ജയിലിൽ കിടക്കല്ലേ? ഒരു സമാശ്വാസത്തിന് ഒരു പാർട്ടി സഖാവിന് ആ ജയിലിൽ പോയി അവരെ ഒന്ന് കാണാമല്ലോ. അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാമല്ലോ. എൻ്റെ പാർട്ടിക്കാരൊന്നും അല്ല ജയിലിൽ കിടക്കുന്നത്, എനിക്ക് സന്തോഷമാണ്. അവർ കിടന്നോട്ടെ എന്ന് വേണേൽ വിചാരിക്കാം. ഞാൻ അതല്ല, പട്ടിണിക്കാരാണ് പലരും എന്ന ബോധ്യമാണ് ഈ പാർട്ടി അവരെ തിരിഞ്ഞു നോക്കിയോ എന്ന് ചോദിക്കാൻ കാര്യം. ഒരു ജോലിയും ചെയ്യാതെ കൂലി മേടിച്ച് കോടിക്കണക്കിന് രൂപ കയ്യിൽ മേടിച്ച് വെച്ച് അവർക്ക് ഒത്താശയും ചെയ്തു കൊടുത്തിട്ട് പാവപ്പെട്ട കുറേ കുടുംബത്തിൽപ്പെട്ട ആളുകളെ, പാർട്ടി സഖാക്കളെ പാർട്ടി വികാരം ആളിക്കത്തിച്ച് ജയിലിൽ ഇടുമ്പോൾ അത് തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള മനസാക്ഷിയും മര്യാദയില്ലാത്ത ആളാണ് പിണറായി വിജയനും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ആളുകളും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രേംകുമാറിനെ പോലുള്ള ഇടതുപക്ഷ സഹയാത്രികൾ അതിനൊപ്പം നിൽക്കുന്നു ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും മയപ്പെടുത്തിയെങ്കിലും നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സന്തോഷം. അതൊരു പ്രതീക്ഷയാണ്. ഇടതുപക്ഷം അതിൻ്റെ അവശിഷ്ടമെങ്കിലും ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രതീക്ഷയാണ്. CJ-യുടെ നിലപാടുകളാണെങ്കിലും പ്രേംകുമാറിൻ്റെ നിലപാടുകളാണെങ്കിലും ഇപ്പോൾ MA ബേബി പമ്മിയിരിക്കുകയാണ്. എനിക്ക് സഹതാപം തോന്നുകയാണ്. CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി വീണ വിജയന് വേണ്ടി അവരുടെ പാർട്ടിയുടെ അംഗം പോലും അല്ലാത്ത ആൾ ജോലി ചെയ്യാതെ കൂലി മേടിച്ചു എന്ന് പകൽ പോലെ മാലോകർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യത്തിൽ ജയിലിൽ പോവുകയാണ്, അല്ലെങ്കിൽ അറസ്റ്റ് വരികയാണ്. എന്തൊരു വിരോധാഭാസമാണ്, എന്ത് അപഹാസ്യമാണ്. CPM എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ശരി, ഇടവേള. അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, അവസാനമായി നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള KSIDC കൂടി പങ്കാളിത്തമുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ എന്തൊക്കെ തരം ക്രമക്കേടുകളാണ് നടന്നത് എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ഇതിപ്പോൾ ഇങ്ങനെ പതുക്കെയായി പുറത്തേക്ക് വരുന്നത്. വെറും ഒരു കറക്ക് കമ്പനി പോലെ പ്രവർത്തിക്കുകയായിരുന്നു CMRL എന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാരിന് കിട്ടേണ്ട പൈസ, ലാഭവിഹിതം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലേക്ക് പോകേണ്ട നികുതി വിഹിതം, അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് കൂടി ഇതിനോടൊപ്പം പുറത്തേക്ക് വരികയല്ലേ? അതെല്ലാം വളരെ വിശദമായി അന്വേഷിക്കേണ്ടതാണ്. CMRL-ൻ്റെ മറ്റു ഡയറക്ടർമാർ, KCIDC അടക്കം സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം വലിയ ഷെയർ ഹോൾഡിങ്ങുള്ള ഈ കമ്പനിയിലെ എല്ലാ ഷെയർ ഹോൾഡർമാരെയും അതിൻ്റെ ഡയറക്ടർമാരെയും കറുത്ത പറ്റിച്ചു എന്നാണല്ലോ ഇതിലെ പ്രെഡിക്കേറ്റ്. ഈ വീണയ്ക്കെത് ഈ ED-യുടെ കേസിലെ ഈ പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന് തന്നെ പറയുന്നത് ഈ കമ്പനി നിയമങ്ങളുടെ ലംഘനമാണ്. ഈ കമ്പനി നിയമങ്ങളുടെ ലംഘനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിപാടിയല്ലല്ലോ. അതിൽ കിടക്കുന്ന നൂറുകണക്കിനായിട്ടുള്ള ഷെയർ ഹോൾഡർമാരെ, സർക്കാർ അടക്കമുള്ള മേജർ ഷെയർ ഹോൾഡർമാരെ ഒക്കെ പറ്റിച്ചു എന്നുള്ളതാണ്. ഇനി CMRL എന്ന് പറയുന്ന കമ്പനിയുടെ നടത്തിപ്പ് രീതികളെക്കുറിച്ച് തന്നെ വിശദമായ അന്വേഷണം നടത്തണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്ന് മാത്രമല്ല, ഈ കരിമണൽ ഖനനം പോലുള്ള വിഷയത്തിൽ വളരെ നമ്മളുടെ പ്രാഥമിക പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം എങ്ങനെയാണ് കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക്, ഇനി കോർപ്പറേറ്റുകളല്ല ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളൊക്കെ വളരെ വലുതാണ്. അതെല്ലാം വിശദമായ അന്വേഷണവും എല്ലാം നടത്തേണ്ട ഒന്ന് തന്നെയാണ്. അതോടൊപ്പം നമ്മളിതിൽ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അന്വേഷണത്തിനൊക്കെ തെളിവെവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നമ്മുടെ ചർച്ചയിൽ അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഇപ്പോൾ ഈ കരാറ് ഫേക്കാണോ ജെനുവിൻ അല്ല എന്നുള്ള ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഈ കരാർ നിയമപരമാണ് എന്ന് തെളിയിക്കാൻ കഴിയും. അതാണല്ലോ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് എല്ലാവരും പറഞ്ഞു കിടന്നിരുന്നത്. നിയമപരമായി GST അടച്ചു എന്നൊക്കെ പറയുന്നത്. ഈ നിയമപരമായി ഒരു കരാറുണ്ടാക്കി എന്നുള്ളത് കരാറിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പല കാര്യങ്ങളിലെയും സാധൂകരിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജെറ്റ് എയർവേസിൻ്റെ ചെയർമാനായിരുന്നിട്ടുള്ള നരേഷ് ഗോയൽ, അങ്ങേര് മൂപ്പരുടെ ഭാര്യ, മക്കൾ ആയിട്ടുള്ള 2 പേര്, ഭാര്യയ്ക്കും 2 മക്കൾക്കും കൂടിയിട്ട് പലതരം കൺസൾട്ടൻസികളിലായിട്ട് ഏതാണ്ട് 9 കോടി രൂപ കൊടുത്തു. ഇത് കരാറൊക്കെ വളരെ ഓക്കെയാണ്. കൺസൾട്ടൻസി കരാറൊക്കെ വളരെ വൃത്തിയായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ആർക്കും അവരുടെ എക്സ്പെർട്ടൈസ് എന്താണെന്ന് വെച്ചാൽ അതും നമുക്ക് എഴുതി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് നരേഷ് ഗോയൽ അറസ്റ്റിലാവുകയും ഏതാണ്ട് 8 മാസത്തിലേറെയാണ് മൂപ്പര് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നത്. അത് കുറ്റകൃത്യമാണ്, അത് സാമ്പത്തിക തട്ടിപ്പാണ്. ഇനി ഈ തട്ടിപ്പ് അന്വേഷിക്കുന്നതിന് എന്തൊക്കെയാണ് തെളിവുകളെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ
ഇപ്പോൾ ജെയിൻ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും അല്ലേ, ജെയിൻ ഹവാല ഡയറി കേസിൽ കോടതി പറഞ്ഞത് ഇപ്പോൾ സാധാരണ ഡയറി അക്കൗണ്ടുകളെ അത് ഒരു അക്കൗണ്ട് ബുക്കായിട്ട് കണക്കാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നേരെ അതിനെ തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. എവിഡൻഷ്യറി വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ, അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് എവിഡൻസ് കൊറോബറേറ്റ് ചെയ്ത് വന്നാലല്ലാതെ ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ഇത് തന്നെ ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ വിനീത് നാരായൺ കേസിലൊക്കെ സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിനെ അന്വേഷിക്കാൻ ഇത് ഇനഫാണ്. ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഇത്തരം ഡയറി നോട്ട്സ്, ഇത്തരം തെളിവുകളൊക്കെ വെച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ മൊഴിക്കും ഒരു എവിഡൻഷ്യൽ വാല്യൂ ഉണ്ടല്ലോ, അത് വെറും മൊഴിയായ അല്ലല്ലോ കണക്കാക്കപ്പെടുന്നത് അല്ലേ? അതെ, അത് പക്ഷേ ഇഡിക്ക് മുന്നിൽ കൊടുക്കുന്ന മൊഴി സമ്പൂർണ്ണമായ തെളിവായിട്ട് എടുക്കണമെന്നുള്ള അഭിപ്രായത്തോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാനത്. നമ്മുടെ ബേർഡൻ ഓഫ് പ്രൂഫിനെ തിരിച്ചിടുകയും ഇഡിയെ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ നമ്മളുടെ നിയമ സംവിധാനത്തിൻ്റെ നിയമവാഴ്ചയുടെ ജൂറിസ്പ്രുഡൻഷ്യൽ ഫിലോസഫിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. അത് ഈ PMLA എന്ന് പറയുന്ന നിയമത്തിലെ ജനാധിപത്യ വിരുദ്ധമായ കുറേ വ്യവസ്ഥകൾ വെച്ചിട്ടാണ് ഇപ്പോൾ സർക്കാർ അതിനെ പരിഷ്കരിച്ചെടുത്തിട്ടുള്ളത്. അത് അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ, അതിനോടെതിരാണ്. പക്ഷെ മറ്റൊരു കാര്യം, ഇതിൽ ഞാൻ ഒട്ടും സമയമില്ല നമുക്കൊന്നും ചർച്ച ചെയ്യാൻ. ഒരു കാര്യം കൂടി പറയാം, ഇതിന്റെ രാഷ്ട്രീയമായ പ്രശ്നമാണ്. ഒറ്റ കാര്യം കൂടി പറയാം, ഇതിലൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഇത്രയും വ്യക്തമായ രീതിയിൽ ഇത്രയും കാലങ്ങളായി തൻ്റെ മകൾക്ക് വേണ്ടി തൻ്റെ ഇപ്പോൾ ഇവിടെ തന്നെ സൂചിപ്പിച്ച പോലെ എല്ലാ രാഷ്ട്രീയ ധാർമ്മികതയെയും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വിശ്വാസ്യതയെയും പിണറായി വിജയൻ ബലി കഴിക്കുകയും അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരം പോവുകയും ചെയ്യുമ്പോൾ ഈ പാർട്ടിയിൽ ഒരു മനുഷ്യൻ പോലും അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഉണ്ടായില്ല. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാൻ പകരം ഇഡിയുടെ അന്വേഷിക്കാൻ വന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ നാടകങ്ങൾ കളിച്ച് സാധാരണ പ്രവർത്തകരെ തടവിലാക്കി പിറ്റേ ദിവസം ഒന്നും അറിയാത്ത പോലെ മൂപ്പര് വന്നിട്ട് പറയാണ്, എന്നോടൊന്നും ചോദിച്ചില്ല, ഞാനവിടെ ഇരുന്നേ ഉള്ളൂ, എന്നെ ശല്യപ്പെടുത്തിയില്ല എന്ന്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായ ജീർണമായ ഒരു ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് ഈ പാർട്ടി എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് ഇഡിയുടെ അന്വേഷണത്തെക്കാളേറെ രാഷ്ട്രീയമായി കേരളം നേരിടുന്ന ചോദ്യമാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ശ്രീ പ്രേംകുമാർ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഒപ്പം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. സൂപ്പർ പ്രൈം പൂർണ്ണമാവുന്നു.